സർവാധിനാഥന്റെ അനുഗ്രഹത്താൽ നമ്മുടെ പഠന പരമ്പരയിലെ രണ്ടാമത്തെ ക്ലാസ്സിന് തുടക്കം കുറിക്കുകയാണ്. ആമുഖമായി നമുക്ക് കേൾക്കാവുന്ന ഒരു ശബ്ദം, ഒരു വീഡിയോ ആണ്. ഘടികാരസൂചി അനുസ്യൂതം കുതിക്കുകയാണ്. സെക്കൻഡുകൾ വർഷങ്ങളായി മാറുന്നത് നാം അറിയുന്നേയില്ല. കറുത്ത മുടികൾ നരച്ചു തുടങ്ങുന്നു. ചർമ്മത്തിൽ ചുളിവുകൾ വീണു തുടങ്ങി. കാലം അതിവേഗം നമ്മയും കൊണ്ട് യാത്ര തുടരുകയാണ്. ചുമരിൽ തൂങ്ങിയാടുന്ന കലണ്ടറിലെ ഏതോ ഒരു തീയതി വരെ ഈ യാത്ര തുടരും. അന്ന് ക്ഷണിക്കാതെ എത്തുന്ന അതിഥി നമ്മെ പിടിച്ചിറക്കി കൊണ്ടുപോകും. ആ ദിവസം, സമയം, സ്ഥലം ഒന്നും ഒരാൾക്കും അറിയില്ല. പക്ഷേ മരണമെന്ന പ്രപഞ്ചത്തിലെ അനിവാര്യതയ്ക്ക് ഒരു ദിവസം നാമും കീഴടങ്ങേണ്ടി വരും, തീർച്ച. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. സുഹൃത്തെ, എങ്കിൽ ഇരുട്ടിൽ തെളിഞ്ഞു കത്തി എരിഞ്ഞു തീരുന്ന മെഴുകുതിരി പോലെയല്ലേ നമ്മുടെ ജീവിതവും? ഭൂമിയിൽ ഓരോ നിമിഷവും 1000 ജന്മങ്ങൾ നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നു. അതിൽ കൈക്കുഞ്ഞു മുതൽ വയോവൃദ്ധർ വരെയുണ്ട്. നിശ്ചയിക്കപ്പെട്ട നേരം തെറ്റാതെ മോഹങ്ങളുടെ അന്തകനെത്തും. മരണത്തിന്റെ കൈകളിൽ നിന്ന് ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. എന്നാൽ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത്? നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. നാം ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ. പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കെന്തുകൊണ്ട് ജീവൻ മടക്കിയെടുക്കാനാവുന്നില്ല? നിങ്ങൾ സത്യവാദികളാണെങ്കിൽ അവസാനം പൊതുദർശനത്തിന് വെച്ച താങ്കളുടെ നിശ്ചല മേനി നിറമിഴികൾ കണ്ടുതീരുമ്പോൾ, സാവകാശം അത് വീടിന്റെ ഗേറ്റ് കടക്കുമ്പോൾ, നീണ്ട വർഷങ്ങൾ കൊണ്ട് നേടിയതെല്ലാം മറ്റു ചിലരുടേതായിത്തീർന്നു. വീട്, പറമ്പ്, വാഹനം, ബാങ്ക് ബാലൻസ് തുടങ്ങിയെല്ലാം ഒരുപക്ഷെ കൂടെ ഉറങ്ങിയ ഇണ പോലും. പാതയോരങ്ങളിലൂടെ പതിയെ താങ്കളുടെ നിശ്ചല ശരീരം ചുമലിൽ വഹിച്ചു നീങ്ങുന്ന മക്കൾക്കും ബന്ധുക്കൾക്കുമായി പലതും താങ്കൾ ബാക്കിവെച്ചു. തലമുറകൾക്ക് ഉല്ലസിച്ചു ജീവിക്കാനുള്ളത് നാം ഒരു കൂട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ 3 കഷ്ണം പരുത്തിത്തുണിയല്ലാതെ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് സഹോദര?
يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. മരണത്തോടെ അനശ്വര ജീവിതം തുടങ്ങുകയാണ്. കുറ്റിച്ചെടികൾക്കിടയിൽ, കല്ലറയിൽ, 3 കഷ്ണം തുണിയിൽ, ചെറിയ ഒരു ചാലിൽ തിങ്ങി ഞെരുങ്ങി, കൂട്ടിന് കട്ട പിടിച്ച കൂരിരുട്ടു മാത്രം. ജീവിതഘട്ടങ്ങളിലെ കർമ്മങ്ങൾക്കനുസരിച്ച സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇനി ഇസ്രാഫീൽ വിളിച്ചുണർത്തുന്നതുവരെ ഇവിടെ കഴിയുക തന്നെ. ഒന്നുകിൽ അവർണ്ണനീയ ആനന്ദങ്ങളുടെ സ്വർഗലോകം കണ്ട്, അല്ലെങ്കിൽ കൊടും ശിക്ഷകളുടെ നരകത്തീ കണ്ട്. ഇതൊന്നും ഓർക്കാൻ ഒരാൾക്കും സമയം കിട്ടുന്നില്ല. കിതച്ചോടുകയാണ് മനുഷ്യൻ. കുടിലും കൊട്ടാരവും നാടും നഗരവും ചെറിയവരും വലിയവരും എല്ലാം തിരക്കിലാണ്. നൈമിഷികതകളിൽ സ്വയം ലയിച്ച് മനുഷ്യൻ ആമോദിക്കുന്നു, അർമാദിക്കുന്നു. മരണം വാ തുറക്കുന്ന ഭീതിതഘട്ടം മുന്നിൽ കണ്ട് അസ്വസ്ഥരാകുന്നവർ ഇവരിൽ എത്ര പേരുണ്ട്? പഠിച്ചും ചിന്തിച്ചും എത്ര പേർ തീരുമാനമെടുക്കുന്നു? വിഷയങ്ങൾ പക്വമായി പഠിക്കാൻ തയ്യാറാവണം നാം. വിവാദങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യാൻ കഴിയണം നമുക്ക്. തർക്കത്തിനും ബഹളത്തിനും ഞാനില്ല. വിവാദങ്ങൾ എനിക്ക് കേൾക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഭിന്നതകളിലെ ശരികളിൽ എത്തിപ്പെടാനാവുന്നില്ല. ഭിന്നതകളിൽ പലതും ഗൗരവമുള്ളത് തന്നെ, പലതും മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ബാധിക്കുന്നതും. എന്നാൽ മതപരമായ അഭിപ്രായ ഭിന്നതകളെ ഗൗരവപരമായി കാണാത്ത പലരും രാഷ്ട്രീയ, സാമൂഹിക, കുടുംബരംഗങ്ങളിൽ സംഭവിക്കുന്ന തർക്കങ്ങളിലും വിവാദങ്ങളിലും വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. പത്രവായനയും ടെലിവിഷൻ വാർത്തകളും ഇടവേളകളിലെ സൗഹൃദ സംഭാഷണങ്ങളുമെല്ലാം ഇത്തരം വിഷയങ്ങളുടെ ശരി മനസ്സിലാക്കാൻ നാം ഉപയോഗിക്കുന്നില്ലേ? ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന തെളിഞ്ഞ ബുദ്ധി സ്വർഗത്തിന്റെ അജണ്ടയ്ക്കു കൂടി വിനിയോഗിക്കേണ്ടതില്ലേ? وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ أُولَئِكَ هُمُ الْغَافِلُونَ. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവർ കേട്ടു മനസ്സിലാക്കുകയില്ല. അവർ കാലികളെപ്പോലെയാകുന്നു. അല്ല, അവരാണ് കൂടുതൽ പിഴച്ചവർ. അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. പഠനത്തിന്റെ മുമ്പിൽ വിലങ്ങ് തീർക്കുന്ന ചില ചിന്തകൾ മതവിഷയങ്ങളുടെ ശരിതെറ്റുകൾ വിശകലന വിധേയമാക്കാൻ തടസ്സമാകാറുണ്ട്. അത്തരം വീക്ഷണ വികലതകൾ നമ്മെ ഗ്രസിച്ചിട്ടില്ല എന്ന് നാം ഉറപ്പുവരുത്തിയേ തീരൂ. അപ്പോ പല വ്യത്യസ്തമായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വായിച്ചു തുടങ്ങുമ്പോഴൊക്കെ ആ സന്ദർഭത്തിൽ അവിടെ നമുക്ക് ആ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത് അതിന് ആമുഖമായിട്ട് രോഗവും മരണവും വിശദീകരിക്കുന്നത് കാണാം. ഇപ്പൊ നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ജനായിസിൽ കാണാം. സഈദ് ബിൻ അലി അൽ ഖഹ്താനിയുടെ അഹ്കാമുൽ ജനായിസിലും അതുപോലെ തന്നെ ജനായിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നതിന് മുൻപ് രോഗവും അതിനോട് അനുബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാണാം.
അതുപോലെ തന്നെ ഇമാം നബവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിൽ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് രോഗവും രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയും. അത് പലപ്പോഴും മനുഷ്യരുടെ മരണം രോഗങ്ങളും പ്രയാസങ്ങളിലൂടെയാണ് മരണത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്നാണ്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് മനസ്സിലാക്കിയിരുന്നു, ഒരാൾക്ക് മരണം എത്തിപ്പെടാൻ ഒരു രോഗത്തിന്റെയും ആവശ്യവുമില്ല. നമുക്കിടയിൽ തന്നെ കാണാം, എത്രയെത്രയോ മനുഷ്യർ അവരുടെ കുടുംബങ്ങളിൽ രോഗികളായി വർഷങ്ങളായി ട്രീറ്റ്മെന്റ് ചെയ്ത് ജീവിതം തന്നെ പ്രയാസമായി, അവരെ പരിചരിക്കുന്നവർക്ക് കൂടി പ്രയാസമായൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർ മരിക്കുന്നില്ല. അവരുടെ കുടുംബത്തിൽ നിന്ന് അവരെ കൂടി സംരക്ഷിക്കുന്ന, അവരെ പരിപാലിക്കുന്ന, ആരോഗ്യവാനായി കരുതുന്ന ഒരാൾ അവിടെ കൂട്ടത്തിൽ നിന്ന് മരിക്കും. മരണത്തിന് മുൻപ് രോഗിയായി ഒരാൾ മരണത്തെ സമീപിക്കുകയാണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി മരണാനന്തര ജീവിതത്തിന് വേണ്ടി അയാളുടെ ആഖിറം നന്നാക്കാൻ കുറെ കർമ്മങ്ങൾ ചെയ്യാൻ അവസരവും സന്ദർഭവും ലഭിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പെട്ടെന്നൊരാൾ മരിക്കുമ്പോൾ അയാൾക്ക് കൊടുത്തു തീർക്കാനുള്ള ഇടപാടുകൾ ഉണ്ടാകും, അയാൾക്ക് ചെയ്യാൻ കഴിയില്ല. ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകും. റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനും ഖേദിച്ചു മടങ്ങാനും ഒന്നും ചിലപ്പോൾ അയാൾക്ക് അവസരവും സന്ദർഭവും ലഭിച്ചെന്ന് വരില്ല. എന്നാൽ രോഗിയായി കിടക്കുന്ന ആൾക്ക് പലതരത്തിലും അത് അയാൾക്ക് മരണാനന്തര ജീവിതത്തിന് അയാൾക്ക് ഉപകാരപ്പെടും. അപ്പൊ അതിൽ ഒന്നാമതായി രോഗി പാലിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ വിധിയിലും തീരുമാനത്തിലും തൃപ്തിപ്പെടുക എന്നതാണ്. രോഗമെന്നത് അള്ളാഹു പറഞ്ഞ അൻസലല്ലാഹു ദാഅ വദ്ദവ, അള്ളാഹു രോഗത്തെ ഇറക്കിയിട്ടുണ്ട്, മരുന്നിനെയും ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇറക്കുക എന്ന കർമ്മം ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ്. പല സന്ദർഭങ്ങളിലും അത് എന്ത് ചെയ്യും? പ്രവാചകന്മാരായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പോലും രോഗം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നു. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നതിൽ നാം തൃപ്തിപ്പെടുകയും വേണം, ആ വിധിയിൽ ക്ഷമിക്കുകയും വേണം. അവിടെയാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നം. പലപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗി അസ്വസ്ഥനാവും. അയാൾ ഒരു നമസ്കരിക്കുന്ന ഒരാളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ജസഉകൾ, ഇല്ലൽ മുസല്ലി എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും വിപത്ത് കഴിഞ്ഞാൽ ജസു ആവും, വെപ്രാളം കാണിക്കും, ആള് വയലന്റ് ആയി പോകും. ഇല്ലൽ മുസല്ലി, നിസ്കരിക്കുന്ന ആളൊഴികെന്നാണ്. അപ്പൊ നിസ്കരിക്കുന്ന ആളിൽ ആ സ്വഭാവം പാടില്ല എന്നതാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധിയോ വരുമ്പോൾ അയാൾ വെപ്രാളപ്പെട്ടു പോകരുത്. അതെങ്ങനെ പ്രകടമാകും? ഭർത്താവ് ഭാര്യയോട് പ്രകടിപ്പിക്കും. ഭാര്യയ്ക്കാണ് രോഗമെങ്കിൽ അത് പിന്നെ ആരുടെ അടുത്ത് പ്രകടിപ്പിക്കുക? ഭർത്താവിനോടും മക്കളോടും കുട്ടികളോടും തന്നെ പരിചരിക്കുന്ന ആളുകളോടൊക്കെ തന്നെയാണ്. ഒരിക്കലും അവിടെ അങ്ങനെ നാം മാറാൻ പാടില്ല. അതിന് നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് നിർദ്ദേശിച്ച ചില കാര്യങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്നതിന്റെ 3 ദിവസം മുൻപ്, അപ്പോൾ മരണവസീയത്തുകളെ, പ്രവാചകന്റെ മരണവസീയത്തുകൾ എന്ന പേരിൽ പല പണ്ഡിതന്മാരും ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട ഒരു ഹദീസ് കൂടിയാണ്. ലാ യമൂത്തുന്ന, ഒരിക്കലും മരിക്കാനേ പാടില്ല അഹദു, കുഞ്ഞുങ്ങളിൽ ഒരാൾ. അത്രയും സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് കട്ടിയാക്കി പറയാം. എങ്ങനെ? ഇല്ലാ വഹുവ യുഹ്സിനു ളന്നം ബില്ലാഹി അസ്സ വജൽ, അള്ളാഹിനെ കുറിച്ചുള്ള വിചാരം നന്നാക്കിയിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളെ ഇടയിലൊക്കെ നമ്മളെ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ശ്വസിക്കുന്ന വായുവും ജീവിതത്തിന്റെ ചുറ്റുപാടും വല്ലാതെ രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിറയ്ക്കുന്നുണ്ട്. നോക്കിണ്ടോ? അത് അങ്ങനത്തെ ട്രീറ്റ്മെന്റിന് പോകുന്ന ഹോസ്പിറ്റലുകളും ആ ട്രീറ്റ്മെന്റിന്റെ നടക്കുന്ന പ്രധാന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളിലൊക്കെ നമുക്ക് യാത്ര ചെയ്താൽ നമുക്ക് കാണാം ക്യാൻസർ രോഗം. അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കളിലും വലിയവരിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ. അങ്ങനത്തെ രോഗങ്ങൾ ബാധിച്ച് ഒരാൾ
അയാളെ കുറിച്ച് ഡോക്ടർ ചില സന്ദർഭങ്ങളിൽ ഇനി ട്രീറ്റ്മെന്റ് ചെയ്താൽ അയാളുടെ വേദനയും പ്രയാസത്തെയും ലഘൂകരിച്ച് പോകാമെന്നല്ലാതെ ജീവിതത്തിനെ കുറിച്ച് ഒരു പ്രതീക്ഷ വെക്കാവുന്ന ഒന്നുമില്ലാത്ത ചിലപ്പോൾ സാഹചര്യങ്ങളിലായിരിക്കും രോഗം അയാൾ തിരിച്ചറിയുന്നു. ഇങ്ങനെ ഒരു രോഗത്തിന് ഞാൻ അടിമയായിരിക്കും. അപ്പൊ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മരണമാണ് മുന്നിലുള്ളത്. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരാൾക്ക് ഒരു ഡോക്ടറുടെയോ അയാളുടെ റിസൾട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ബോധ്യം വന്നാൽ അപ്പോ ഉണ്ടാകേണ്ടുന്ന ഒരു മനോഭാവം, ഒരു ഈമാനുള്ള മനുഷ്യൻ, അത് ആരിലും സംഭവിക്കാം. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾ, നമ്മിലൊരാൾ അങ്ങനെ മാറേണ്ടുന്ന അങ്ങനെ ഒരു രോഗവും മറ്റോ വരുന്നതിൽ നിന്ന് പഠിച്ചോ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു പരീക്ഷണ ഘട്ടത്തെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും മനുഷ്യരെന്ത് ചെയ്യും? അള്ളാഹുവിനെ തന്നെ തള്ളിപ്പറയും. അതുവരെ നിസ്കരിക്കുകയും നോമ്പുടിക്കുകയൊക്കെ ചെയ്ത അയാൾക്ക് ഭയങ്കരമായിട്ട് ഈ ദീനിനോടും അതിന്റെ ഞാൻ ഇത്ര കാലം ആരാധന ഇതൊക്കെ ചെയ്തിട്ട് പഠിച്ചോൻ എന്നെ ആണല്ലോ ഇത് പരീക്ഷിച്ച്, എനിക്കാണല്ലോ ഇങ്ങനെ ഒരു പരീക്ഷണം വന്നത് എന്നത് ദീനിനെ അളക്കാനുള്ള മാനദണ്ഡമായി പലരും വിചാരിക്കുകയും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകും. ഈമാനും തഖ്വയും കൊണ്ട് പരീക്ഷണങ്ങൾ ഒന്നും വരാൻ പാടില്ലെങ്കിൽ പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെടാൻ പാടില്ലായിരുന്നു. പക്ഷേ അഷദ്ദുൽ ബല ഉണ്ടായത് പ്രവാചകന്മാർക്കാണ്. അവ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് അള്ളാഹുവിന്റെ വിധിയാണ്. ആ വിധിയിൽ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. ആ ക്ഷമയോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. എന്താണ് ആ ക്ഷമ? അവയെ നമ്മൾ പ്രേരിപ്പിക്കേണ്ടുന്ന ഘടകം എന്തായിരിക്കണം? അതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അജബൻ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയായ ഒരാളുടെ കാര്യം മഹാ അത്ഭുതമാണ്. ഇന്ന അംറ കുല്ലുഹു ഖൈർ, അവന്റെ കാര്യം എല്ലാം അവന് നന്മയാണ്, ഖൈറാണ്. അവിടെയാണ് പോയിന്റ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഒരു ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലൽ മുഅ്മിൻ, അത് ഈമാനുള്ള മനുഷ്യനല്ലാതെ വേറൊരാൾക്കും കിട്ടാത്ത ഒരു കാര്യമാണ്. എന്താണത്? ഇൻ അസാബത്തുഹു സറ, അവനെ സന്തോഷം ഉണ്ടാക്കുന്ന നന്മകൾ വന്നു ചേർന്നാൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യും. വ ഇൻ അസാബത്തുഹു ലറ, അവന് ഉപദ്രവകരമാകുന്ന ദോഷകരമാകുന്ന എന്തെങ്കിലും ബാധിച്ചാൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അവനത് നന്മയാവും. അപ്പൊ രണ്ട് കാര്യങ്ങൾ ആ ഹദീസ് നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് ജീവിതത്തിന് അനുഗ്രഹവും നന്മയുമായി ലഭിക്കുന്ന എന്തെങ്കിലും ലഭിച്ചാൽ അള്ളാഹുവിന് അതിനെ ശുക്ർ ചെയ്യണം. അതിനെ അള്ളാഹുവിന്റെ വിധിവിലക്കിനനുസരിച്ച് ഉപയോഗപ്പെടുത്തി നാം ശുക്ർ ചെയ്യണം. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് വല്ല വിപത്തും വരികയാണെങ്കിലോ അവിടെ ക്ഷമിക്കണം. കാരണം നമ്മൾ അനുഗ്രഹങ്ങൾ കിട്ടിയതിനൊക്കെ എന്തുണ്ട്? രണ്ടു വശമുണ്ട്, ഖൈറുണ്ട് ഷെറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രം ധരിക്കുമ്പോൾ എന്താ പറയുന്നത്? പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹി അല്ലദി കസാനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വല. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം കൊണ്ടാണ്, എന്റെ ശക്തിയോ കഴിവുകൊണ്ടൊന്നല്ല ഞാൻ ഈ വസ്ത്രം ധരിച്ചത്. അതുകൊണ്ട് അസ്അലുക ഖൈറഹാ ഖൈറ മാ സുനിഅ ലഹു, അല്ലാഹുവേ ഈ വസ്ത്രത്തിന്റെ നന്മയെ തൊട്ട് ഞാൻ ചോദിക്കുന്നു. ഈ വസ്ത്രം എന്തൊരു നന്മയ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതും ചോദിക്കുന്നു. വഊദു ബിക മിൻ ശർരിഹാ ശർരി മാ സുനിഅ, അല്ലാഹുവേ ഇതിന്റെ ഷർറ് നിന്ന് ഞാൻ രക്ഷ തേടുന്നു. ഇത് ഏതൊരു തിന്മയ്ക്ക് വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിന്ന് രക്ഷ തേടുന്നു. അത് എത്ര വരെയുണ്ട്? ഭാര്യയെ ആദ്യമായി മണിയറയിലേക്ക് കൊണ്ടുവന്ന് തന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് അവളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലും പ്രവാചകൻ പഠിപ്പിച്ചു അതിലെ ഖൈറിനെ ചോദിക്കാൻ, ഷർറിൽ നിന്ന് രക്ഷ തേടാൻ. അതിനർത്ഥം അള്ളാന്റെ സൃഷ്ടികളിലെല്ലാം എന്തുണ്ട്? ഖൈറും ഷർറും ഉണ്ട്. അതുകൊണ്ടാണ് ഫലക്കിൽ പറഞ്ഞത് മിൻ ശർരി മാ ഖലഖ്, നീ പടച്ചിരിക്കുന്ന നിന്റെ സൃഷ്ടികളുടെ എല്ലാ ഷർറുകളിൽ നിന്നും പടച്ചോനെ ഞാൻ രക്ഷ തേടുന്നു. അപ്പോ രക്ഷ തേടണം. ലറ് ഉണ്ടാകുന്ന സമയത്ത് നാം ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഈ ഹദീസ് നമ്മോട് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത്,
രോഗി എപ്പോഴും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കും. അതായത് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും അവന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും. ഒരാള് രോഗം ബാധിക്കുമ്പോഴേക്കന്നെ ഞാൻ മരിക്കുന്നു പേടിക്കണോ? രോഗം ബാധിച്ചുകൊണ്ട് മരിക്കുന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് തദാവോ, നിങ്ങൾക്ക് രോഗം വന്നാൽ എന്ത് ചെയ്യണം? തദാവോ, നിങ്ങൾ ചികിത്സിക്കണം. ഇനി എന്താണ് ഞാൻ മരിക്കുന്നു വിചാരിച്ച് ചികിത്സിക്കാതിരിക്കരുത്, ചികിത്സ ചെയ്യണം. പക്ഷേ ചികിത്സിക്കുമ്പോഴും രോഗിയായി കിടക്കുമ്പോഴും രോഗിയായി കിടക്കുന്ന ഒരാൾക്കുള്ളിൽ ഒരു ഭയം വേണം. ഞാൻ ഈ ഘട്ടത്തിൽ മരണപ്പെട്ടാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ ഞാൻ അകപ്പെടുമോ? എന്റെ മരണാനന്തര ജീവിതം അത് സ്വർഗപ്രാപ്തിക്ക് എതിരായി തീരുമോ? അതാണ് ഭയം. നമുക്കുണ്ടാകുന്ന ഭയം സാധാരണ അതല്ല. എന്താണ് നമ്മുടെ ഇതുവരെ നടത്തിയ കട ഇനിയിപ്പോ എന്താ ചെയ്യാ? മക്കളുടെ കാര്യം എന്താണ് അല്ലേ? അതൊക്കെ ആര് മരിച്ചാലും എന്ത് ചെയ്യും? അവരാരെങ്കിലും ജീവിക്കാതിരിക്കണ്ട. ആരെങ്കിലും വാപ്പ മരിച്ചെന്ന് പറഞ്ഞിട്ട് മക്കൾ ജീവിക്കാത്തവരുണ്ടോ? വാപ്പ മരിക്കുന്ന കാലത്ത് നടത്തിയ പീഡിയ മക്കൾ നടത്താത്തോ അല്ലെങ്കിൽ അത് നടന്നു പോകാത്തുണ്ടോ? അതൊക്കെ നടന്നു പോയിക്കോളും. ദുനിയാവിലെ വസ്തുതകളൊക്കെ ചിലപ്പോൾ വാപ്പയും പിതാവും കുടുംബങ്ങളും നടത്തിയതിനേക്കാൾ ഭംഗിയായി പിൻഗാമികളായിട്ടുള്ള പിന്തുടർന്നു വരുന്നവർ നടത്തിയേക്കാം. അതിൽ നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കുണ്ടാകേണ്ട ബേജാറ്, നമ്മൾ പോകുമ്പോ നമുക്ക് എന്തേ തരുള്ളൂ? നേരത്തെ വീഡിയോ കണ്ടില്ലേ? നമുക്ക് എന്തേ കിട്ടുള്ളൂ? 3 തുണി, സ്ത്രീകളാണെങ്കിൽ 5 കഫം തുണിയും കൂടി കൊടുക്കും. അതിനപ്പുറത്ത് ആരും കൊടുക്കൂല. ഉപയോഗിച്ച BMW ഉണ്ടാവും, RC ഉണ്ടാവും, PD ഉണ്ടാവും, ബാങ്കിലെ ബാലൻസ് ഉണ്ടാവും, ചെക്ക് ബുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ കൊടുക്കൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാം അയാളുടെ ഖബറിൽ വരെ പോകും. അയാൾ ഉപയോഗിച്ച വാഹനം, കുടുംബങ്ങൾ, ഇല്ല വാഹിദിന് ഒന്ന് മാത്രം ബാക്കിയാക്കി എന്ത് ചെയ്യും? അയാൾ തിരിച്ചു പോകും. അത് അയാളുടെ അമലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അമലിനെ വെച്ച് നമ്മളൊരു രോഗത്തിലാകുമ്പോൾ അത് മരണത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആകുമെന്ന് നാം ഭയപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു ഭയപ്പാടുണ്ട്. അതോടൊപ്പം അല്ലാഹ് കാരുണ്യവാനാണ്, റഹ്മാനാണ്, അവൻ എന്നോട് കരുണ ചെയ്യും, അവൻ എന്നെ സ്വർഗത്തിലാക്കും. അതിനോളമുള്ള അമലൊക്കെ റബ്ബിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ ഉണ്ടാവും. അതാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ, ഒരു അൻസാരിയായ ഒരു യുവാവ് രോഗശയ്യയിലാണ്. അയാളുടെ രോഗത്തിന്റെ അവസ്ഥ വെച്ച് അയാൾ വഹുവ ഫിൽ മൗത്ത്, അദ്ദേഹം മരണാസന്നനാണ്, ആകുന്നൊരു രോഗിയാണ്. അദ്ദേഹത്തോട് പ്രവാചകൻ ചെന്നിട്ട് ചോദിച്ചു, കൈഫ തജിദ്, എങ്ങനെയുണ്ട്? ഇപ്പോ സുഖനല്ലേ? എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന അറബി ഭാഷയുടെ ശൈലിയിൽ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി അർജുല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ നിന്ന് അവന്റെ പൊരുത്തവും പ്രീതിയും തൃപ്തിയും ആഗ്രഹിക്കുന്നു. വ ഇന്നി അഖാഫു ദുനൂബി, എന്റെ പാപങ്ങളെ തൊട്ട് ഞാൻ ഭയപ്പെടുന്നു, അഥവാ അത് കാരണം ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആനി ഫി ഖൽബി അബ്ദിൻ, അള്ളാഹുവിന്റെ ഒരു അടിമയുടെ ഹൃദയത്തിൽ ഈ 2 കാര്യം കൂടി ഒരുമിക്കുകയില്ല. ഇതുപോലെ മരിക്കാൻ കിടക്കുന്ന മരണാസന്നനായ ഒരവസ്ഥയിൽ ഒരു മുഅ്മിനിൽ ഇത് യോജിക്കില്ല. ഇല്ല അല്ലാഹു, അങ്ങനെ ഒരാളുടെ മനസ്സിൽ അത് യോജിച്ചാൽ അള്ളാഹ് നൽകാതിരിക്കില്ല. മാ യർജു, അയാൾ ആഗ്രഹിക്കുന്നത്, വ ആമനഹു മിമ്മാ യഖാഫു, അയാൾ എന്താണോ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അള്ളാഹു നിർഭയത്വം നൽകുകയും ചെയ്യും. അതാണ് നമ്മളെ പോയിന്റ്. മരിക്കാൻ കിടക്കുന്ന നേരത്തും ജീവിതത്തിന്റെ ഭൗതികതയുടെ പിന്നാലെ കെട്ടിമറിയുന്നതിന് പകരം ജീവിതത്തിലെ പാപങ്ങളെ എണ്ണിക്കണക്കാക്കി അതിനെക്കുറിച്ച് ആലോചിച്ച് റബ്ബിനോട്, റബ്ബേ ഇത് പൊറുത്തു തരണേ, ഇതിന്റെ പേരിൽ എന്നെ നരകത്തിലാക്കല്ലേ, എന്റെ കൂടെ കിടന്ന ഇണയ്ക്കോ എന്റെ മക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അറിയാത്ത ധാരാളക്കണക്കിന് തെറ്റുകളും കുറ്റങ്ങളും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, പൊറുത്തു തരണം, എന്നെ സ്വർഗത്തിലാക്കണം. അതാണ് റജാ. ഒരു വിശ്വാസിയുടെ റജാ മരിക്കുന്ന നേരത്ത് സ്വർഗത്തിൽ പ്രവേശിക്കണം. ആ റജാ തരും.
ഭയപ്പാടുണ്ട്, റബ്ബേ നരകത്തിന് എന്നെ കാക്കണേ. ആ സാധനം അള്ളാഹു അമ്ന് നൽകും, നിർഭയത്വം നൽകുമെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിട്ടുണ്ട്. ഇത് ഒരു രോഗത്തിലേക്ക് നീങ്ങുമ്പോൾ ഈമാൻ കൊണ്ട് നാം നേടിയെടുക്കണം. ഇത് കേൾക്കാത്തവരും ഇത് പഠിക്കാത്തവരും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ അവരെ പരിചരിക്കുന്നവരാവും. അവർക്ക് ദുനിയാവിന്റെ കാര്യത്തിലെ ബേജാറായി. അവർക്ക് നമ്മൾ ഷഹാദത്ത് ചൊല്ലിക്കൊടുത്താലും അവര് ഷഹാദത്തിലാവൂല. പീടിയിലെ കണക്ക് പുസ്തകത്തിന്റെ പിന്നാലെ ആയിരിക്കും അപ്പോഴയാൾ, അല്ലെങ്കിൽ ആധാരങ്ങളുടെ പിന്നാലെ ആയിരിക്കും, അയാളുടെ വാഹനങ്ങളുടെ പിന്നാലെ ആയിരിക്കും. അയാളെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ഉമ്മയായിരിക്കും, നമ്മുടെ ഉപ്പയായിരിക്കും, നമ്മുടെ സഹോദരനായിരിക്കും, സഹോദരിയായിരിക്കും. അവരെ നമുക്ക് ഈ ബോധത്തിലേക്ക് മരണാസന്നമായ ഒരു രോഗത്തിൽ കിടക്കുന്ന ഒരാളെ ദീനീയപരമായ ഉപദേശങ്ങൾ കൊടുത്ത് അവരെ ഈ ഒരു മനോഭാവത്തിലേക്ക് കൊണ്ടുവരണം. എന്നാൽ അവർ രക്ഷപ്പെട്ടു. അത് നമുക്ക് രോഗിയെ പരിചരിക്കുന്ന ആൾക്ക് നമുക്ക് മരണത്തിന് മുമ്പ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തത്, രോഗം എത്ര മൂർച്ഛിച്ചാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മരണത്തെ ആഗ്രഹിക്കരുത്. രോഗം എത്ര കഠിനമാകാം. ചില രോഗങ്ങൾ അനുഭവിക്കുമ്പോൾ എത്രയെത്ര മരുന്നുകൾ കഴിച്ചാലും ശരീരത്തിന് ശക്തമായ വേദനകൾ ഉണ്ടാകും. എത്ര പെയിൻ കില്ലർ കഴിച്ചാലും, കിടക്കുന്നത് വാട്ടർ ബെഡിലാണെങ്കിലും ശരീരത്തിന്റെ വേദനകളുണ്ട്. അത് കുറയ്ക്കാനല്ലാതെ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നില്ല. പക്ഷേ ആ സന്ദർഭത്തിലും പടച്ചോനെ എന്നെ മരിപ്പിക്കണേ എന്ന് പറയാൻ പാടില്ല. അവിടെ പറയാനുള്ള അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ. തൗഫനി, എന്നെ മരിപ്പിക്കണേ. ഇദാ കാനത്തിൽ വഫാത്ത് ഖൈറൻ ലി, എനിക്ക് വഫാത്താണ്, മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ മരിപ്പിച്ചു. അതിന്റെ തീരുമാനം എനിക്കാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ മരിക്കുന്നൊരു അത്രയും പ്രയാസകരമായ അവസ്ഥയാണ്. ഭർത്താവ് മരിച്ചു, സ്വന്തം വളരെ സംരക്ഷിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന നമ്മളുടെ പിഞ്ചോമനകൾ നമ്മിൽ നിന്ന് വേർപിരിക്കുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പടച്ചോനെ എന്നെയും കൂടി കൊണ്ടുപോയില്ലല്ലോ അല്ലെ? പല ആൾക്കാരും ഇപ്പോൾ വയനാട്ടിൽ വീടൊക്കെ പോയി ആള് രക്ഷപ്പെട്ടു, നമ്മൾ അയാൾ രക്ഷപ്പെട്ടല്ലോ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അയാൾ അതിന്റെ മുമ്പിൽ അയാളുടെ ആ അവശിഷ്ടങ്ങളുടെ മേലെ നിന്നിട്ട് എന്താ പറയുന്നത്? ഇനിയിപ്പോ ഞാനും ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇത്ര കാലം സമ്പാദിച്ച എല്ലാം പോയല്ലോ, കൂട്ടത്തിൽ എന്നെയും കൂടി കൊണ്ടുപോയില്ലല്ലോ എന്നതാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്ത് ആ വാക്ക് വളരെ അപകടകരമാണ്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം വീടും കെട്ടിടമൊക്കെ ഓടും, ഹയാത്തിനല്ല, മുഅ്മിനെ. അയാൾക്കൊരു ചെറിയ സന്ദർഭമാണ് ജീവിക്കാൻ കിട്ടിയെങ്കിലും അയാൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞു, ഒരിക്കലും മരണത്തെ കൊതിക്കരുത്. അദ്ദേഹം അറിയാലോ, പ്രവാചകന്റെ പിതൃവ്യനാണ്. ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സന്ദർഭം എന്ന് പറയുന്നത് മക്കം ഫതഹിന്റെ സന്ദർഭത്തിലാണ്, വാർദ്ധക്യത്തിലാണ്. അതിലും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആ സന്ദർഭത്തിൽ രോഗിയായ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും മറ്റുമൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലും മരണത്തെ കൊതിക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഒരു നന്മ ചെയ്യാൻ ഒരു ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ അയാൾക്ക് നന്മകളെ വർദ്ധിപ്പിക്കാം. ഇനി തെറ്റ് ചെയ്തൊരു മനുഷ്യനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ആ ജീവിതം ഉപകരിക്കും. അതുകൊണ്ട് നല്ലവനാണെങ്കിലും ചീത്ത ആളാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? മരണത്തെ കൊതിക്കരുത്. മറ്റൊന്ന്, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ അതിലേക്ക് ചേർത്തി വായിക്കാവുന്നതാണ്, പരീക്ഷണങ്ങൾ. ജനങ്ങളിലെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, പരീക്ഷണം ഉണ്ടാകും. പരീക്ഷണത്തെ സംബന്ധിച്ച് പ്രവാചകനോട് ചോദിച്ചു, അയ്യുന്നാസ് ബല, അഷദ്ദുൽ ബല, പരീക്ഷണം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ആർക്കാണ്? അപ്പൊ പറഞ്ഞു, അത് ഇൻകാനസുൽ, ഓരോരുത്തരും യുബ്തല റജുലു അലാ ഹസ്ബി ദീനിഹി, ദീനിന്റെ ഇതിനനുസരിച്ചിട്ട് അവര്. ആദ്യം വന്നാര അൽ അംബിയ, പ്രവാചകന്മാരാണ്. പിന്നെ അംസൽ ഫൽ അംസൽ, അതിനെ തുടർന്ന് പിന്നെ യുബ്തലു റജുലു അലാ ഹസ്ബി ദീനിഹി, ഓരോരുത്തരും അവരുടെ ദീനിനനുസരിച്ച് അയാൾ എത്രത്തോളം നിലനിൽക്കുന്നോ അതിനനുസരിച്ച് ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാവും. അയാളുടെ ദീനും ഈമാനൊക്കെ ദൃഢമാണെങ്കിൽ കഠിനമായി പരീക്ഷണം ഉണ്ടാവും. ഒരാളുടെ ഈമാൻ അത്ര ശക്തമല്ലെങ്കിലോ അയാളെ ചെറിയ പരീക്ഷണം ഉണ്ടാവുള്ളൂ.
ഫമാ യബ്റുഹു ബിൽ അബ്ദി. എന്നിട്ട് ഈ പരീക്ഷണങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾ ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കും. ഹത്താ യത്റുഖു യംശി അലൽ അർദ് മാ അലൈഹി ഖത്തിഅ. അയാളുടെ മേലൊരു പാപം ഉണ്ടാവില്ല. അപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾക്കൊരു രോഗമോ പ്രയാസമോ വന്നാൽ ആ പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു രോഗം വന്നു, അങ്ങനെ മരിച്ചു നിൽക്കുക എങ്കിൽ അതെന്തായിരിക്കും? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ അതൊരവസരവും സന്ദർഭവുമാകും. അതുകൊണ്ട് ആ വിധിയെ അതെന്ത് ചെയ്യും? ഖൈറാണ് എന്ന് വിചാരിച്ച് നമുക്ക് ക്ഷമിക്കാൻ കഴിയണമെന്നാണ്. നാലാമത്തത് മറ്റുള്ളവരോടുള്ള ബാധ്യതകൾ, കടപ്പാടുകൾ. അവ സാധിക്കുന്ന പക്ഷം അത് അവൻ അതിന്റെ അവകാശികൾക്ക് നൽകണം. സാധിക്കാത്ത പക്ഷം അത് നിറവേറ്റാൻ വസിയത്ത് ചെയ്യണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം കൽപ്പിച്ചിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ. മറ്റുള്ളവരോട് ബാധ്യതയോ കടപ്പാടോ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കണം. സ്വന്തമായിട്ട് അത് നിർവഹിക്കണം. ഒരു ലക്കും ലബാലും ഇല്ലാതെ കടം വാങ്ങിക്കുക. മരിക്കാൻ നേരത്ത് ഒരു 5-6 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ഒക്കെ കടമുണ്ട്. മക്കളുടെ അടുത്ത് മോനെ ഇത് കൊടുക്കണട്ടോ എന്ന് വാപ്പ വസിയത്ത് ചെയ്തു പോയാൽ മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോ വാങ്ങുന്ന നേരത്തെ എന്ത് ചെയ്യണം? കൊടുക്കാൻ പറ്റുന്ന എന്ത് ചെയ്യാവൂ? വാങ്ങാവൂ. കാരണം ഇത് എന്നും എന്ത് ചെയ്യും? എന്റെ അടുത്തേക്ക് മരണം എന്നത് കടന്നു വരും. ആ നേരത്തെ ഇത് കൊടുത്തു വീട്ടാൻ കഴിയണം. അല്ലെങ്കിൽ കൊടുത്തു വീട്ടാൻ എന്റെ കയ്യിൽ അതിനുള്ള മുതൽ വേണം. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിച്ചു വേണം കടങ്ങളിലും ഇടപാടുകളിലും ഇടപെടാൻ. ഇത് ഇങ്ങനെ പറഞ്ഞതിനൊരു കാരണമുണ്ട്. നസ്രുദ്ദീൻ അൽബാനിയൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എടുത്തു കൊടുത്ത വാചകത്തെ നേരെ നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ കൊടുത്തത് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമാണ്. ഉഹുദിലെ ഇതിലേക്ക് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ തലേന്ന് ടെന്റിലേക്ക് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ പിതാവ് വിളിച്ചു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, മോനെ, എനിക്ക് ദുനിയാവിലെ ഏറ്റവും പ്രിയങ്കരായ 2 സാധനമുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ റസൂലാണ്, മറ്റൊന്ന് നീയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കാണുന്നത് നാളെ നടക്കാനിരിക്കുന്ന യുദ്ധക്കളത്തിൽ ആദ്യമായി രക്തസാക്ഷിയാകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് കണക്കാക്കുന്നു. അതുകൊണ്ട് ഇന്ന ആളുകളിൽ നിന്നൊക്കെ ചെറുതായിട്ടുള്ള കടങ്ങളും ബാധ്യതകളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. നിന്റെ താഴെ ഏതാനും സഹോദരിമാരുണ്ട്. അവർ പക്വതയിലേക്കോ പ്രായത്തിലോ സ്വന്തം ജീവിതങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലോ ആയിട്ടില്ല. അതുകൊണ്ട് അവരെ സംരക്ഷിക്കണം. ഈ 2 വസിയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ഉഹുദിന്റെ തലേന്ന് നൽകി. പിറ്റേ ദിവസം ആദ്യമായി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഉഹുദിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയായത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ദുഃഖവും പ്രയാസങ്ങളും പിതാവ് ഏൽപ്പിച്ചു പോയ ആ കടബാധ്യതയും അദ്ദേഹത്തെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. പിന്നീട് സൂറത്ത് ആലി ഇമ്രാനിലെ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തെ ആസ്വദിപ്പിച്ചത് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹു നേർക്ക് നേരെ ഒരു മറയില്ലാതെ സംസാരിച്ചത് നിന്റെ പിതാവിനോട് മാത്രമാണ് എന്ന് സൂറത്ത് ആലി ഇമ്രാനിലെ ഈ സ്വർഗാവകാശികൾ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് അവസാനിക്കുന്ന സൂറത്ത് ആലി ഇമ്രാനിലെ ആയത്ത് അവതരിച്ചപ്പോൾ ആ ആയത്ത് അദ്ദേഹത്തിന്റെ പിതാവിനെ സംബന്ധിച്ചു കൂടിയാണ് എന്ന് പറഞ്ഞ് ദുഃഖിതനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ സമാശ്വസിപ്പിക്കുന്ന കാണാം. അതൊരു സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യാം? കടങ്ങൾ കുടുംബങ്ങൾക്ക് കൊടുത്തു വീട്ടാൻ എന്റെ മുതലുണ്ട്, ഇന്ന ആളുടെ അടുത്ത് കച്ചവടത്തിന് വാങ്ങിയാണ്, ഇത്ര രൂപ ഞാൻ കൊടുക്കാനുണ്ട്, ഈ മുതൽ വിറ്റിട്ട് നീ അത് കൊടുക്കണമെന്ന് നമ്മൾ വസിയത്ത് ചെയ്യണം. അവരെ ഏൽപ്പിക്കണം. നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ സന്ദർഭത്തിൽ അത് കൊടുത്തു വീട്ടണം. അത് കൊടുക്കാനുള്ള ആളെ നമുക്ക് നടന്നും പോയും കാണാൻ പറ്റില്ലെങ്കിൽ ആളെ വിട്ട് അയാളെ വരാൻ പറയണം. ഇത് ഞാൻ ഇന്നയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ അയാളിൽ നിന്നത് വാങ്ങണം. എന്നിട്ട് വേണം നമ്മൾ ഇവിടുന്ന് യാത്രയാകാൻ. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാനല്ല. ഈ ഇടപാട് എന്ന് പറയുന്നുണ്ടല്ലോ, ചിലര് ഹലാലായ നിലയ്ക്കും ഹറാമായ നിലയ്ക്കും കൊടുക്കും. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ സാധനം ഹലാലായ നിലയ്ക്ക് ഒരാളോട് അവധി പറഞ്ഞു വാങ്ങിയാണ്,
എന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരാളുടെ സമ്മതമോ അറിവോ ഇല്ലാതെ അയാളുടെ മുതൽ സ്വന്തമാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ അറിവോടെ തന്നെ ഹറാമായ നിലയ്ക്ക് മുതൽ നമ്മുടെ കയ്യിലാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സഹോദരന്റെ മുതലായിരിക്കും. വാപ്പ മരിച്ചപ്പോൾ മുതലുണ്ടായിരുന്നു, അവർക്ക് അവകാശം ഉണ്ടായിരുന്നു, നമ്മൾ കൊടുത്തില്ല. ആ പറമ്പും കൃഷിയുടെ ഒക്കെ നമ്മുടെ പേരിൽ തന്നെ എഴുതി ആധാരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പോയാൽ ആ പറമ്പ് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പരലോകത്ത് ചുമക്കേണ്ടി വരും അതിന്റെ 7 ഇരട്ടി ഭാരത്തിൽ. ഒരു ചാണാണ് എടുത്തിരുന്നെങ്കിൽ 7 ഭൂമിയിൽ നിന്ന് അതിന്റെ അത്രയും തൂക്കം അവന്റെ കഴുത്തിൽ ഖണ്ഡാഭരണം അണിയിക്കുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, ആ ഹക്ക്, അത് സഹോദരിക്ക് വിളിച്ച് ഇതിന്റെ ആധാരം ഇതാണ്, എനിക്കിനി എന്താണെങ്കിൽ ഒപ്പിടാൻ പറ്റില്ല, ഒരു ആധാരം എഴുതുന്ന ആളോട് ഇത് നിന്റെ പേരിലാക്കണം, അതിന് എഴുതിയിട്ട് ആ പേപ്പർ കൊണ്ട് ഞാൻ മരിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം, ഇത് വെക്കണം, മക്കളോട് വിളിച്ചത് അവർക്ക് കൊടുക്കണുണ്ട് ഞാൻ മരിച്ചാലും എന്ന് അവരെ ഓർമ്മപ്പെടുത്തി ആ ഹക്കിടപാടുകൾ തീർത്തു. ഇതിന് വലിയ പറമ്പ് വേണ്ട, ലക്ഷക്കണക്കിന് രൂപയൊന്നും വേണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് മതി അതിന്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഇഖ്തത ഹഖ ഇംറഇൻ മുസ്ലിമൻ ബിയമീനി, ഒരു കരാറ് മുഖേന ഒരാളുടെ അവകാശത്തിൽ നിന്ന് ഒരു സാധനം ഒരു മുസ്ലിമായ മനുഷ്യൻ മുറിച്ചെടുത്തു, തട്ടിയെടുത്തു, അങ്ങനെ ആയാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാൾക്ക് സ്വർഗം നിഷിദ്ധമാകും, വഔജബ ലഹു നാർ, അയാൾക്ക് നരകം നിർബന്ധമാവുകയും ചെയ്യും. ഒരു സാധനം ഒരു കരാർ മുഖേനയോ ഒരു വാക്കു മുഖേനയോ വഞ്ചിച്ച് അനർഹമായി എടുത്താൽ അത് മുഖേന അയാൾക്ക് സ്വർഗം നഷ്ടമായി, നരകം നിർബന്ധമായി. അപ്പൊ സദസ്സെന്ന് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, പ്രവാചകരെ, ഇൻകാന ശൈഅൻ യസീറ യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, ആ എടുത്ത സാധനം ഒരാളിൽ നിന്ന് അനർഹമായി സ്വീകരിച്ചത് ഒരു നിസാരപ്പെട്ട സാധനമാണെങ്കിലോ? അപ്പൊ അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രവാചകൻ ഒന്ന് വളഞ്ഞിരിക്കുകയായിരുന്നു, നവർന്നിരുന്നു പ്രവാചകൻ. എന്നിട്ട് ആ വാചകം 3 പ്രാവശ്യം പറഞ്ഞു. ആ എടുത്ത സാധനം ഇൻകാന ഖലീബും മിൻ അറാഖ്, എന്താണറിയോ സാധനം? നമ്മളെ ഗൾഫുകാർ കൊണ്ടുവരുന്ന പല്ലിയേക്കട ഇത്രന്നുള്ള കഷ്ണം ഉണ്ടല്ലോ, അത് മരത്തിന്റെ വേരും മരത്തിന്റെ മൂത്ത ചില്ലയൊക്കെയാണ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മളെ റോസ് കൊമ്പ് പോലുള്ള അതിന്റെ മൂക്കാത്ത ആ ഭാഗം, പൂ വരുന്ന ഭാഗം ഉപയോഗിക്കാൻ പറ്റും, കാരണം ഇതിന് നാര് വേണം. അപ്പൊ മൂത്ത സാധനം ഉപയോഗിക്കുക. ഖലീബ് എന്ന് പറഞ്ഞാൽ മൂപ്പത്താത്ത തളിർ തണ്ടാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഉപയോഗശൂന്യമാണ്. ഖലീബ് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായിട്ടുള്ള ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം ഉപയോഗശൂന്യമാണത് ഖലീബാണെങ്കിൽ. അങ്ങനത്തെ ഒരു സാധനമാണെങ്കിലും 3 പ്രാവശ്യം പറഞ്ഞു, ഉറപ്പിച്ചു. നേരത്തെ പറഞ്ഞതിലേക്ക് സ്വർഗം നിഷിദ്ധമാകാൻ, നരകം നിർബന്ധമാകാൻ കൂടുതൽ സാധനമൊന്നും വേണ്ട. ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അയാളുടെ മരച്ചില്ലയിൽ നിന്നെടുത്ത, അയാളുടെ സമ്മതമോ അറിവോ ഇഷ്ടമോ ഇല്ലാതെ എടുത്ത, പാകമെത്താത്ത ഒരു മരത്തിന്റെ ചില്ല ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ നാണയവും പറമ്പും തേങ്ങയും കൃഷിയിടവും ആഭരണമൊക്കെ ആണെങ്കിൽ പറയണോ? അപ്പൊ അത്തരം സാധനങ്ങളെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മളെ തടിയിന്ന് ഒഴിവാക്കി പോകണം എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ഇൻദഹു മദ്ലമ ലി അഖീഹി ഫൽയുഖല്ലിൽ മിൻഹാ, ആരുടെയെങ്കിലും അടുക്കൽ അനർഹമായി അക്രമപരമായി സ്വീകരിക്കപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ, ഹക്കുകൾ ഉണ്ടെങ്കിൽ, അവൻ എന്ത് ചെയ്തിട്ട് അത് കൊടുത്ത് അതിനെ ഹലാലാക്കട്ടെ. കൊടുത്തിട്ട് ഫഇന്ന ലൈസ ലഹു, തീർച്ചയായും ഇങ്ങനെ ഇല്ലെങ്കിൽ എന്താ അറിയോ? ദീനാറം വലാ ദിർഹമ, ഇത് കൊടുക്കണ്ട. എപ്പ അറിയോ? ദീനാറും ദിർഹവും ഇല്ലാത്തൊരു ദിനം വരും. അതിനു മുമ്പ് അനിയഹുദുലി അഖീഹി മിൻ ഹസനാതി, അവന്റെ നന്മയിൽ നിന്നെടുത്തതിന് പകരം കൊടുക്കും. ഫഇല്ല യകുൻ ലഹു ഹസനാത്, നന്മകൾ കൊടുക്കാനില്ലെങ്കിൽ ഉഹിദ മിൻ സയ്യിആതി അഖീഹി ഫതുരി അലൈഹി, അവന്റെ തിന്മകൾ എടുത്ത് ഇവന്റെ മേലിടും. അപ്പൊ കൊടുക്കാൻ മരണപ്പെടുന്നതോടുകൂടി എന്തായി?
നമ്മളുടെ പണം ഉണ്ടായിരുന്നു, നമ്മളുടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, നമ്മളെ വാഹനമുണ്ട്, അതിലെ സാധനങ്ങളും വസ്തുവകകളൊക്കെ നമ്മളുടെ ആയിരുന്നു. മരിച്ചു കഴിഞ്ഞാലോ നമുക്കത് കൊടുക്കാൻ പറ്റൂല. പിന്നെ നമ്മളെ കയ്യിൽ പണമില്ല, നമ്മളെ അമല് മാത്രമേ ഉള്ളൂ. പിന്നെ അമലിന്റെ കടം എന്ത് ചെയ്യേണ്ടിയും ഈ കടങ്ങൾ നമ്മളെ അമലുകൾ കൊണ്ട് കൊടുത്തു തീർക്കേണ്ടി വരും. കൊടുക്കാൻ അമലും കയ്യിലില്ലെങ്കിലോ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. ആള് മുത്തക്കിയാണ്. തൗഹീദിന്റെ കാര്യത്തിൽ 100-ൽ നിന്ന് 110 എന്ന് വേണമെങ്കിൽ പറയാം. നിസ്കാരത്തിലും പള്ളിയിലും നോമ്പിലും ഹജ്ജിലും ഇബാദത്തിലൊക്കെ അയാൾ 112 ഉണ്ട് എന്ന് പറയാം. അത്രയ്ക്ക് അയാൾ അതിൽ കണിശത പുലർത്തുന്നുണ്ട്. പക്ഷേ ഇടപാടിന്റെ കാര്യത്തിൽ വാങ്ങിയത് കൊടുത്തത് മറ്റാളുടെ സ്വത്ത് മുതല് അതിലൊക്കെ ഇടപാടുകൾ വരുമ്പോ അയാൾ ശരിയല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈമാൻ ശരിയായാലും ആരാധനകൾ ശരിയായാലും ഇടപാടുകളെ സൂക്ഷിച്ചില്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് അതുവരെ എടുത്തു വെക്കണത് സാധനം വേണോ? അതുപോലെയുള്ളൊരു കടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താക്കീത് നോക്കൂ. യുഗ്ഫറു ലി ഷഹീദിൻ കുല്ല ദംബിൻ ഇല്ലദി. ഷഹീദിന് രക്തസാക്ഷിക്ക് എല്ലാം പുറത്തു കൊടുക്കും. ഇല്ലദി കടമൊഴികെ. അതിന്റെ അർത്ഥം രക്തസാക്ഷിക്ക് പോലും കടം പുറത്തു കൊടുക്കൂല. അപ്പൊ കടം വാങ്ങുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യന്മാർക്ക് ഇല്ലാത്ത വലിയ ഇതാണ്, കൊടുക്കാൻ കഴിയാത്ത, കണക്കാക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിന് എങ്ങനെ കൊടുക്കുന്നു എന്നതിന് ഒരു മാർഗവും കാണാതെ വാങ്ങി ചെലവഴിക്കുന്ന കടങ്ങൾ. ചിലത് പലതും എന്തിനല്ല, അനിവാര്യ കാര്യത്തിന് പോലുമല്ല, ആഡംബരങ്ങളിൽ വേണ്ടി ചെലവഴിച്ച് കടക്കാരനായി മരിക്കുന്ന നേരത്ത് മയ്യത്ത് കൊണ്ടുവന്ന് വെച്ച് ജനങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്ന നേരത്ത് അത് മോൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന അയാളെ കൊണ്ട് പൊരുത്തപ്പിടിച്ച് നമ്മൾ ഈ ജനാസ ഏറ്റി വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ ഗൗരവമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതാണ്. കഥ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം. തൂഫി റജുലിൻ, സഹാബി വര്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു. ഫഗസൽനാഹു, അദ്ദേഹത്തെ ഞങ്ങൾ കുളിപ്പിച്ചു. വഖന്തതനാഹു, അദ്ദേഹത്തെ സുഗന്ധം പൂശി. വഖഫന്നാഹു, ഞങ്ങൾ കഫൻ ചെയ്തു. അതൈനാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനുള്ള മസ്ജിദ് നബവിയിലേക്ക് നമസ്കരിക്കാൻ കൊണ്ടുവന്നു. യുസല്ലി അലൈഹി, അദ്ദേഹത്തിന് നിസ്കരിക്കാൻ. ഫഖുൽന, ഞങ്ങളെ പറഞ്ഞു, യുസല്ലി അലൈഹി, പ്രവാചകരെ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുകയല്ലെന്ന്. അങ്ങനെ പ്രവാചകൻ ഫഖത്ത ഖുത്തൻ, പ്രവാചകൻ ആ മയ്യത്തിന്റെ അടുക്കലേക്ക് ഇമാമ നിൽക്കാൻ വേണ്ടി കാലടികൾ വെച്ച് മുന്നോട്ട് ചെന്നു. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ആ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് മേലെ വല്ല കടമുണ്ടോ? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൽന, ഞങ്ങൾ സഹാബികൾ പറഞ്ഞു, ദീനാറാൻ, 2 സ്വർണ്ണ നാണയം കൊടുക്കാനുണ്ട്. ഫൻസറഫ, പ്രവാചകൻ മുന്നോട്ട് നീങ്ങിയ പ്രവാചകൻ പുറകിലേക്ക് നടന്നു. ഫതഹമ്മലഹുമ, ആ സമയത്ത് ആ ഉത്തരവാദിത്വം, ആ 2 ദീനാറിന്റെ ഉത്തരവാദിത്വം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. അദ്ദേഹം അവരെ പ്രവാചകന്റെ അടുത്ത് ചെന്നു. ഖാല, അബൂ ഖതാദ പറഞ്ഞു, അദ്ദീനാറാനി അലയ്യ, പ്രവാചകരെ ആ 2 ദീനാർ എന്റെ മേൽ ബാധ്യതയായി ഞാൻ അത് ഏറ്റെടുക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഉഹിക്കൽ ഗരീമു വബരിയ മിൻഹുമാ അൽ മയ്യിത്ത്, നീ അതിന്റെ ബാധ്യതക്കാരനാകുട്ടോ, മയ്യത്ത് അതിൽ നിന്ന് സ്വതന്ത്രരാവുകയും ചെയ്യും. അങ്ങനെ അബൂ ഖതാദ വീണ്ടും പറഞ്ഞു, നഅം, ഞാൻ ഏറ്റെടുത്തു നബിയെ. ഫസല്ല അലൈഹി, പ്രവാചകൻ എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു. പിന്നീട് ബഅദ ദാലിക ബിയൗമിൻ, അടുത്ത ദിവസം ഖതാദ റളിയല്ലാഹു അൻഹു കണ്ടു. പ്രവാചകനോ അദ്ദേഹത്തിനോട് ചോദിച്ചു, മാ ഫഅല ദീനാറാൻ, ആ 2 സ്വർണ്ണ നാണയത്തിന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഇന്നമാ മാത അംസ്, ഇന്നലെയല്ലേ നബിയെ മരിച്ചു, 2 സ്വർണ്ണ നാണയം കൊടുക്കാനല്ലേ, ഞാൻ ഏറ്റിട്ടുണ്ട്. വീണ്ടും പിറ്റേ ദിവസം കണ്ടു. ഫആദ ഇലൈഹി മിനൽ ഖദ്, അടുത്ത ദിവസവും പ്രവാചകൻ ആ വാചകം ചോദിച്ചു. അപ്പോഴേക്ക് അബൂ ഖതാദ പ്രവാചകന്റെ ആ വാചകം കേട്ടപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തു വിട്ടിരുന്നു.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലഖദ് ഖളൈതുഹുമ, പ്രവാചകരെ ആ 2 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആൻ ബറദത അലൈഹി ജിൽദുഹു, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഖബറിൽ വെച്ച ആ തൊലി ഉണ്ടല്ലോ അത് തണുത്തത്. അതുവരെ ചൂടനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ശിക്ഷയിൽ നിന്ന് ഈ മയ്യത്ത് മുക്തനായത് ഈ ദീനാറുകൾ താങ്കൾ കൊടുത്തു വീട്ടിയപ്പോഴാണ് എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ മരിക്കണ നേരത്ത് നമ്മളുടെ പണമുണ്ട്, നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ അനന്തരാവകാശികൾ പള്ളിക്ക് നിസ്കരിക്കാൻ ഇമാം നിൽക്കുമ്പോ പറഞ്ഞു, ഞങ്ങൾ തരാ, വല്ലവരും ഉണ്ടെങ്കിൽ പറഞ്ഞോളി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചോദിക്കുന്ന ആള് ചോദിച്ചിട്ടുണ്ട്, തരാനിട്ട് വാപ്പ എന്ന് പറഞ്ഞു. തരാന്ന് പോരാ, തറാന്നുള്ളതുണ്ടല്ലോ, ആ വാക്കായാൽ നമ്മൾ ഖബറിൽ എന്ത് ചെയ്യും? പ്രയാസപ്പെടും. അപ്പോ നമ്മള് വാങ്ങണ ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ? ഇവർക്കൊക്കെ വേണ്ടി തന്നെ വാങ്ങിയത്. പക്ഷേ നമ്മൾ ഖബറിൽ ശിക്ഷിക്കപ്പെടും. ആ ഒരു ബോധം നമുക്ക് വേണം. മറ്റൊരു സന്ദർഭം, സഅദ് ബിൻ അഥൂൽ റളിയല്ലാഹു അൻഹു പറയുന്ന അന്ന അഖാഹു മാത, അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചു. വതറക 300 ദിർഹം, 300 വെള്ളി നാണയം അദ്ദേഹം മരിക്കുമ്പോൾ ഒഴിവാക്കി പോയിട്ടുണ്ട്. വതറക ഇയാലൻ, അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമുണ്ട്. ഫഅറത്തു അൻ അൻഫിഖഹ അലാ ഇയാലിഹി, അതുകൊണ്ട് തന്നെ ആ 300 വെള്ളി നാണയം ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഇന്ന അഹാക മഹ്ബൂസും ബിദൈനിഹി ഫഖ്ലി അൻഹു, നിന്റെ സഹോദരൻ ഖബറിൽ ശിക്ഷയിലാണ്, അദ്ദേഹം തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീ കടം വീട്ടണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഫഖദ് അദ്ദൈതു അൻഹു ഇല്ല ദീനാറൈ, 2 സ്വർണ്ണ നാണയം ഒഴികെ ബാക്കി കൊടുക്കാനുള്ളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാരാണറിയോ? ഇദ്ദഅതുഹുമാ ഇംറഅത്തുൻ, ഒരു സ്ത്രീ അവർക്ക് കൊടുക്കാനുണ്ട് എന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ വലൈസ ലഹാ ബയ്യിന, ഇയാൾക്ക് ഇത് കൊടുക്കാൻ അവർക്ക് കിട്ടാനുണ്ട് എന്നതിന് തെളിവും സാക്ഷിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല, ബാക്കിയൊക്കെ കൊടുക്കാനുള്ളത് കൊടുത്തു വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ എന്താ പറഞ്ഞറിയോ? ഫഅതിഹാ ഫഇന്നഹാ മുഹിഖ, അവൾ അതിന്റെ അവകാശിയാണ്, നീ അത് അവൾക്ക് കൊടുത്തു വീട്ടണം. എന്താ അതിന്റെ അർത്ഥം? കടം കൊടുത്ത ആൾക്ക് ഹാജരാക്കാനുള്ള രേഖയോ തെളിവോ പ്രമാണമോ സാക്ഷിയോ ഇല്ലെങ്കിലും മരണപ്പെട്ട ഒരാൾക്ക് എനിക്ക് തരാനുണ്ട് എന്ന അവകാശവാദവുമായി വന്നാൽ കുടുംബത്തിന്റെ അടുത്ത ബന്ധുക്കൾ എന്ത് ചെയ്യണം? അത് കൊടുത്തു വീട്ടണം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. കടത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നുണ്ട്. ഒരു സന്ദർഭം, പ്രവാചകൻ ഒരു നമസ്കാരം കഴിഞ്ഞു, അദ്ദേഹം പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജനാസത്തിൻ ഫലമ്മ ഇൻസറഫ, ഒരു ജനാസ നമസ്കാരം കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അഹാഹുനാ മിൻ ആലി ഫുലാനിൻ അഹദ്, ഇന്ന തറവാട്ടിലെ ഇന്ന കുടുംബത്തിലെ ആരെങ്കിലും ഉണ്ടോ? ഫഖല ദാക മിറാറൻ, ആ പറഞ്ഞത് നബി ആവർത്തിച്ചിങ്ങനെ 2-3 തവണ പറഞ്ഞു. 3-ാമത്തെ തവണ പറഞ്ഞപ്പോൾ ഫഖാമ റജുലുൻ യജ്റു ഇസാറഹു മിൻ മുഅഖിരിൻ നാസ്, ജനങ്ങളുടെ പിന്നിൽ നിന്ന് മേലങ്കിയൊക്കെ നിലത്ത് വലിച്ച് എഴിച്ച് നടക്കുന്ന വിധത്തിൽ ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിച്ചു, മാ മനഅക ഫി മറത്തൈനി ലൂലതൈനി അൻ യകൂന അജാബതനി, എനിക്ക് ഉത്തരം നൽകാൻ 2-3 പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴേ നീ 3-ാം തവണയാകുന്നവരെ എന്താ ഉത്തരം നൽകാതെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമാ ഇന്നി ലം അനൂ ബിസ്മി, എന്റെ പ്രവാചകൻ പറഞ്ഞു, എന്നാ നിന്നെ ഞാൻ അന്വേഷിച്ച് എന്തിനറിയോ? ഒരു വലിയ ഗൗരവപ്പെട്ട കാര്യം അറിയാം, നിന്നെ കുറിച്ച് ഞാൻ നല്ലതേ കേട്ടിട്ടുള്ളൂ. ഞാൻ ചോദിച്ചതിന് ഉത്തരം നൽകാനൊക്കെ മടിക്കുന്ന ഒരാളായിട്ടല്ല നിന്നെ മനസ്സിലാക്കിയത്. ഞാൻ എന്തിനാണറിയോ നിന്നെ കുറിച്ച് അന്വേഷിച്ചത്? ഇന്ന ഫുലാനൻ ലിറജുലിൻ മിൻഹും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തി മരണപ്പെട്ടു, അദ്ദേഹം മഅ്സൂറുൻ ബിദൈനിഹി, അദ്ദേഹത്തിന്റെ കടത്തിന്റെ പേരിൽ അദ്ദേഹം തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. ഫലൗ റഅയ്ത അഹ്ലഹു,
അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ നീ കണ്ടാൽ, വമൻ യതഹറൗന അംറഹു, അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരോ നോക്കി നടത്തുന്നവരോ ഉണ്ടെങ്കിൽ, ഫഖാമു, അവരോട് പറയണം, ഫഖദു അൻഹു, അയാളിൽ നിന്ന് ആ കടം കൊടുത്തു വിട്ടു. കുടുംബക്കാര് പള്ളിയിൽ ഹാജരായിട്ടില്ല, ആ ഗോത്രത്തിലെ തറവാട്ടുകാരെ അന്വേഷിച്ച് ആ കടം കൊടുത്തു വീട്ടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് കടമെന്ന്. അപ്പൊ ഒരു കടക്കാരനായി മരിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ഇടപാടുകളിൽ ശ്രദ്ധിക്കണം എന്നതാണ് ഇത്. മറ്റൊന്ന്, ഹക്ക് ഇടപാടുകൾ. നേരത്തെ പറഞ്ഞല്ലോ, സാമ്പത്തികം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. മുഫ്ലിസ് ആരാണെന്ന് ചോദിച്ചില്ലേ? മത്തദ്റൂനൽ മുഫ്ലിസ്, പാപ്പരായ ആളാരാണ്? അപ്പൊ അവര് പറഞ്ഞാൽ മുഫ്ലിസ് ഫീന മല്ലാ ദിർഹം വലാ മത, ജീവിതത്തിന് ആവശ്യമായ ഉപജീവനങ്ങളോ നാണയങ്ങളോ ഇല്ലാത്തവനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പരായ. അപ്പൊ നബി പറഞ്ഞു, അതല്ല, ഇന്നൽ മുഫ്ലിസ് മിൻ ഉമ്മത്തി, തീർച്ചയായും എന്റെ ഉമ്മത്തിലെ പാപ്പരായവൻ ആരാണറിയോ? അവൻ യഅതി യൗമൽ ഖിയാമ, ഖിയാമത്തിൽ വരും. വെറും കൈയോടെയല്ല, ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, അയാളുടെ നിസ്കാരം കയ്യിലുണ്ട്, സക്കാത്ത് ഉണ്ട്, അയാളുടെ നോമ്പുണ്ട്. വയഅതി, അപ്പോൾ അവിടെ ഹാജരാക്കപ്പെടും. ഖദ് ശതമഹാദ, ഇന്നാളെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. വഖദവഹാദ, വ്യഭിചാര ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വകലമാലഹാദ, അവന്റെ ധനം തിന്നിട്ടുണ്ട്. ഫസഫഖഹാദമഹാദ, ഇന്നവന്റെ രക്തം അനർഹമായിട്ട് ചിന്തിയിട്ടുണ്ട്. വളറബഹാദ, ഇന്നവനെ അടിച്ചിട്ടുണ്ട്. ഫയൂത ഹാദ മിൻ ഹസനാതിഹി, മിൻ ഹസനാതി, ഓരോരുത്തർക്കും ഇവന്റെ നന്മയിൽ നിന്നെടുത്ത് അവരവരുടെ അവകാശങ്ങൾ കൊടുത്തു വിട്ടു. ഫഇൻ ഫനിയത ഹസനാതുഹു, അവന്റെ നന്മകൾ അവസാനിച്ചാൽ, ഖബല അൻ യുഖ്ല മാ അലൈഹി, അയാളുടെ മേലുള്ള ബാധ്യതകൾ തീർക്കുന്നതിന് മുൻപ് നന്മകൾ തീർന്നു പോയാൽ, ഉഹിദ മിൻ ഖതായാഹു, അയാളുടെ പാപങ്ങൾ ഇവന്റെ മേലെടുത്തിടും. ഫതുരിഹ അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ, ആ കാരണത്താൽ അയാളെ നരകത്തിൽ എറിയപ്പെടും. അയാളാണ് പാപ. അപ്പൊ പണപരമായി മാത്രമല്ല, ആളുകളെ ആക്ഷേപിക്കുക, വ്യക്തിഹത്യകൾ ചെയ്യുക, അനർഹമായ കാര്യങ്ങൾ മറ്റാളുകളെ പറയുക, അനർഹമായ ഒരാളെ ഉപദ്രവിക്കുക എന്ന കാര്യങ്ങളിലൊക്കെ മരിക്കുന്നതിന് മുൻപ് അതിന്റെ ആളുകളോട് ക്ഷമാപണം നടത്തി അതിനെ ഒരു സുൽഹാക്കി അതിനെ നന്നാക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ. മറ്റൊന്ന് വസിയത്ത്. വളരെ ചുരുക്കി പറയുന്നത് വളരെ വിശാലമായൊരു വിഷയമാണ്, പറഞ്ഞാൽ തീരാത്ത അത്രയും അഹ്കാമുകളുമായി ബന്ധപ്പെട്ടതാണ്. വസിയത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്, അത് വസിയത്ത് ചെയ്യും. വസിയത്ത് എന്നത് നമ്മൾ അറിയപ്പെടുന്ന ഒരു സാധനമാണ്, ഗൗരവപ്പെട്ട ഉപദേശം എന്നൊക്കെയാണ് അതിനെ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മാ ഹഖ് ഇംറഇൻ മുസ്ലിമിൻ യബീതു ലൈലതൈനി വലഹു ഷൈഇൻ യുസാബി ഇല്ലാ വവസിയതുഹു മക്തൂബുൻ ഇൻദഹു. ഒരാളുടെ അവകാശത്തിൽപ്പെട്ടതാണ് മുസ്ലിമിന്റെ. അയാൾക്ക് വല്ലതും ഒരാൾക്ക് വസിയത്ത് ചെയ്യാനുണ്ടെങ്കിൽ അയാൾ അത് എഴുതി അയാളുടെ തലയുടെ ഭാഗത്ത് വെച്ചല്ലാതെ 2 രാത്രികൾ അയാൾ കഴിച്ചു കൂട്ടുകയില്ല, ഉറങ്ങൂല. അതുകൊണ്ട് ഇത് കേട്ടതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന നേരത്തൊക്കെ അയാളുടെ കയ്യിൽ തലയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ വസിയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ വസിയത്ത് എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്തുക്കൾ, മുതലുകൾ, ഇടപാടുകൾ, അതുപോലെ തന്നെയുള്ള വസിയത്തുകൾ, അതുപോലെ തന്നെ തുടർന്ന് നമ്മുടെ മക്കളോട് ചെയ്യാനുള്ള വസിയത്ത്. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും ഒക്കെ ചോദിച്ചല്ലോ, എന്റെ കാലശേഷം മക്കളെ നിങ്ങൾ എന്തിനെ ആരാധിക്കുക? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച അള്ളാനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. അപ്പൊ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? മരണാസന്നനാകുന്ന രോഗങ്ങളിലോ മറ്റോ ആകുമ്പോൾ മക്കളോട് ഈമാനികപരമായ കാര്യങ്ങളിൽ മക്കളോട് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകണം. ദീനിന്റെ അഹ്കാമുകളൊക്കെ പാലിക്കണം. ഹറാമുകളെയും ഹലാലുകളെയും ശ്രദ്ധിച്ച് ജീവിക്കണം. തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ പാടില്ല. കുബൂരിയായിട്ട് മരിക്കാൻ പാടില്ല. ബിദ്അത്തുകളുടെ പിന്നാലെ കൂടാൻ പാടില്ല.
ഇന്ന ദുൽമുകളൊക്കെ നമ്മളെ നാട്ടിലുണ്ട്, വിശ്വാസപരമായി പഴച്ച സമൂഹങ്ങളുണ്ട് ഇവിടെ, അവരിവരൊക്കെയാണ്, അവരുടെ കൂടെ ഒന്നും കൂടാൻ പാടില്ല മക്കളെ, നമ്മൾ കൺമറഞ്ഞാലും എന്ന് അവരോട് വസിയത്ത് ചെയ്യാൻ നമുക്ക് കഴിയണം. അത് അഖീദാപരമായിട്ട്. എന്നാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ആ വസിയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? വസിയത്ത് ചെയ്യാൻ ഇപ്പൊ പ്രവാചകൻ പറഞ്ഞല്ലേ രാത്രി പാടില്ല. അപ്പൊ അത് പിന്തിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അവിടെ ഇതിന്റെ കൂടെ വെച്ചൊരു ഹദീസാണ്. ഒരു മനുഷ്യൻ വന്നു ഉണ്ട് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലുള്ള അയ്യു സദഖത്ത് അഅ്ളം, ഏറ്റവും നല്ല സദഖ ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത സദഖ, നീ ധർമ്മം കൊടുക്കണം, ദാനം ചെയ്യണം. എങ്ങനെ? അന്ത സഹീഹുൻ, നീ ആരോഗ്യവാനാണ്, നീ ഷഹീഹാണ്, ലുബ്ധനാണ്, തഖ്ശൽ ഫഖർ, കൊടുത്താല് ഞാൻ ദാരിദ്ര്യത്തിലേക്ക് പോകുമോ എന്ന് നീ ഭയപ്പെടുന്നുണ്ട്. അതേ സമയത്ത് തഅമ്മലുൽ ഖിന, എന്റെ കയ്യിൽ ഇതുണ്ടെങ്കിൽ എന്റെ ആവശ്യം നിർവഹിക്കുക, വേറെ ഒരാളുടെ അടുത്ത് ചോദിക്കണ്ടല്ലോ. അതുകൊണ്ട് എന്റെ സ്വയം ധന്യതയ്ക്ക് മറ്റൊരാളോട് ചോദിക്കാതിരിക്കാൻ എനിക്ക് ഈ പണം ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ചിന്തിക്കണം. കൊടുത്താൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? മറ്റൊരാളോട് ചോദിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നീ കൊടുക്കുന്ന ദാനമാണ് ഏറ്റവും ഉത്തമം. കൂട്ടത്തിൽ നബി പറഞ്ഞു, വലാത്ത ബഹൽ, നീ ധർമ്മം കൊടുക്കുന്നുണ്ടല്ലോ അത് പിന്തിക്കാൻ പാടില്ല. ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ. അവിടെ എത്തി എന്ത് ചെയ്യും? കുൽത്ത, നീ പറയും, ലി ഫുലാനിൻ കഥ ഇന്നോൻ എത്ര, വലി ഫുലാനിൻ കഥ ഇന്നോൻ എത്ര എന്ന്. അപ്പോഴേക്ക് വഖദ് കാന ലി ഫുലാനി, അത് വേറെ ഒരുത്തിന്റെ ആയിട്ടുണ്ടാവും, അഥവാ അനന്തരാവകാശത്തിന്റെ ആയിട്ടുണ്ടാവും. ആ വിധത്തിൽ ചെയ്യാനുള്ള വസീയത്തുകൾ എന്ത് ചെയ്യാൻ പാടില്ല? സാവകാശം ആക്കാൻ പാടില്ല. നന്മകൾ ചെയ്യുന്നിടത്തും സാവകാശം പാടില്ല. എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, സദഖത്തുൽ ജാരിയ ചെയ്യാനുണ്ട്, ധർമ്മം ചെയ്യാനുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾ രോഗമായിട്ട് ചെയ്യാന്ന് വിചാരിക്കരുത്. അത് ജീവിതത്തിൽ കിട്ടുന്ന അവസരവും സന്ദർഭത്തിനനുസരിച്ച് അവിടെ ചെയ്തു തീർക്കണം എന്നതാണ്. അപ്പൊ ഇത് വസിയത്തിന്റെ കൂടെ, വസിയത്തും അതുപോലെ തന്നെ മരണമറ്റേ നമുക്ക് നോക്കുക, ചിലപ്പോൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണെങ്കിലോ എന്ന് വിചാരിച്ച് അതിനിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയാനാണ്. സൂറത്തുൽ ബഖറയിലെ 180-ാമത്തെ വചനം ഇത് നിർബന്ധമാക്കിക്കൊണ്ടുള്ളൊരു ആയത്താണ്. ആയത്തിന് ചില പിന്നീട് ഇറങ്ങിയ ആയത്തുകൾ മൻസൂഹ് ചെയ്തിട്ടുണ്ട്. അതിലെ ചില വിധികൾ, കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം ഹാജരായാൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഇൻ തറക ഖൈറൻ, വല്ല നന്മയും ബാക്കി പോക്കുകയാണെങ്കിൽ. ചേർത്തി വായിക്കുമ്പോൾ ഇൻ തറക ഖൈറനിൽ വസിയതു, ഇൻ തറക്കനിൽ വസിയത്ത്, നിങ്ങൾ വല്ല ഖൈറും നന്മയും ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അത് വസിയത്ത് ചെയ്യണം. ലിൽ വാലിദൈൻ, മാതാപിതാക്കൾക്കും, വൽ അഖ്റബീൻ, അടുത്ത കുടുംബങ്ങൾക്കും, ബിൽ മഅറൂഫ്, സദാചാരമനുസരിച്ച്. ഹഖൻ അലൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളുടെ മേൽ അത് ഹഖാണ്, ബാധ്യതയാണ്. ആദ്യം പറഞ്ഞു കുതിബ, നിർബന്ധമാണ്, അവസാനം ഹഖാണ്. രണ്ട് ശ്രദ്ധ കൊടുത്ത് പറഞ്ഞാണ്. പക്ഷേ അതിലെ മാതാപിതാക്കൾക്ക് വസിയത്ത് ചെയ്യുക എന്ന വിധി സൂറത്ത് നിസായിലെ അനന്തരാവകാശം മുഖേന ദുർബലപ്പെട്ടു. കാരണം അതിലെന്ത് ചെയ്തിട്ടുണ്ട്? മാതാപിതാക്കൾക്ക് പല സന്ദർഭങ്ങളിലും 6-1 കൊടുക്കുന്ന രംഗങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ആൺമക്കളൊന്നും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം മാത്രം ബാക്കിയാകുന്ന അവസ്ഥയാണെങ്കിൽ മക്കളുടെ പുരുഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിലേക്ക് ചിലപ്പോൾ മറ്റുള്ള അവകാശികളെക്കാൾ കൂടുതൽ സ്വത്തൊക്കെ മാതാപിതാക്കളിലേക്ക്, പിതാവിലേക്കൊക്കെ വരുന്ന രംഗങ്ങളുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എപ്പോഴൊക്കെയാണ് അത് കിട്ടേണ്ടത് എന്ന ഓഹരികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ നിർബന്ധ ഓഹരികൾ അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലഭിക്കുമെന്ന ഖുർആനിക ആയത്തിറങ്ങുന്നതിലൂടെ എന്ത് ചെയ്തു? പിതാവിനും മാതാവിനും വസിയത്ത് അഥവാ അനന്തരാവകാശം കിട്ടുന്ന ആൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. അല്ലാത്ത കുടുംബങ്ങൾ, ബന്ധുക്കൾ, അവർക്കൊക്കെ വസിയത്ത്. ഇപ്പൊ നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾക്ക് അവകാശം എത്രയൊക്കെ ഓഹരി കിട്ടുമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? സൂറത്ത് നിസായിലെ ആയത്തുകൾ മുഖേന അനന്തരാവകാശത്തിൽ വേർതിരിച്ച് പറഞ്ഞ അവർ അവകാശിയാണ്. അപ്പൊ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മക്കളുടെ സ്വത്തിൽ മാതാപിതാക്കൾക്ക് അവകാശം കിട്ടും.
അപ്പൊ അതുകൊണ്ട് ആ അവകാശം കിട്ടുന്ന ആൾക്ക് തന്നെ വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? വസിയത്ത് ചെയ്യാൻ പാടില്ല. എന്നാൽ അതല്ലാത്ത കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായിട്ടുള്ള ആളുകൾക്ക് വസിയത്ത്. അതിലേറ്റവും പരിഗണന വല്ലിപ്പ മരിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തു? ഒരു പേരക്കുട്ടിയുടെ ഉപ്പ മരിച്ചു, അഥവാ ഈ പിതാവിന്റെ മോൻ മരിച്ചു. അപ്പൊ എന്ത് ചെയ്യില്ല? പേരക്കുട്ടിക്ക് അവകാശം കിട്ടൂല. വല്ലിപ്പാന്റെ മുതലിന് എന്ത് ചെയ്യില്ല? അവകാശം കിട്ടൂല. അപ്പൊ വല്ലിപ്പ എന്ത് ചെയ്യണം? അയാൾ മരിക്കുന്നവരെയൊന്നും കാക്കണ്ട. അയാൾ ജീവിച്ചിരിക്കുമ്പോൾ മോൻ മരിച്ചാൽ പേരക്കുട്ടികൾക്ക് വേണ്ടി തന്റെ സ്വത്തിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് എന്ത് ചെയ്യാം? മാന്യമായ മഅറൂഫായ നിലയ്ക്ക് അയാൾ വസിയത്ത് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ബാക്കിയുള്ള ആളുകൾ എങ്ങനെ കൊടുക്കുക? ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾ നോക്കൂല, നിങ്ങളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും, വയ്യാതായെന്നൊന്നും പറയാൻ നമ്മൾ ചെയ്യാൻ പാടില്ല. സ്വത്തിന്റെ മുതലിന്റെ അടുത്തൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും ആൾക്കാര്? ബാക്കി കാര്യത്തിലൊക്കെ സൈലന്റ് ആണെങ്കിലും മുതലിന്റെ അടുത്ത് വന്നാൽ നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യും? സൗണ്ട് മാറും, ഒച്ച വെക്കും, അയാൾ എന്ത് ചെയ്യും? ബാത്തിലാക്കുന്ന അവസ്ഥ വരും. അതിന് നമുക്ക് അവകാശമില്ല. കാരണം അതിന്റെ മുതൽ അയാൾ മരിക്കുന്നതുവരെ അയാളാണ്. വാപ്പാന്റെ മുതൽ വാപ്പ അവകാശിയാണ്. അയാൾ മരിച്ചാൽ എന്തേ ഉള്ളൂ? മക്കൾക്ക് അതിന്റെ ക്രയവിക്രയും അധികാരമൊക്കെ വരുള്ളൂ. അത് ഇസ്ലാമിക ശരീഅത്തിൽ അതാണ്. മരണം കൊണ്ട് എന്ത് ചെയ്യണം? സ്ഥിരപ്പെടണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? അനന്തരാവകാശിക്ക് അതിൽ ക്രയവിക്രയം ലഭിക്കുള്ളൂ. അപ്പോ അവിടെ വസിയത്ത് സ്വത്തിന്റെ എത്ര വരെ ചുരുക്കി പറഞ്ഞു പോകാം. സ്വത്തിന്റെ 1/3 വസിയത്ത് ചെയ്യാൻ പാടില്ല. 300 രൂപയുണ്ടെങ്കിൽ 100 രൂപന്റെ അപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? വസിയത്ത് ചെയ്യാൻ പറ്റില്ല. 1/3 ഭാഗം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വസിയത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. സഹാബി വര്യന്മാരിൽ ഹിജറ പോയി വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് ആമിർ ബിൻ സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണരോഗത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ, ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ കണ്ടില്ലേ? ബി മിന്നൽ വജ, ഞാൻ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലേ, ഞാൻ ഇതിൽ മരിക്കും. വഅന ദൂ മാലിൻ, എനിക്ക് ധാരാളം പണമുണ്ട്. വല യരിസിനിയില്ല ഇബ്നത്തുൻ ലീ വാഹിദ, എനിക്കൊരു മകള് മാത്രമേ ഉള്ളൂ. ഇനി അനന്തരാവകാശിയായി. അതുകൊണ്ട് എന്റെ സ്വത്തിന്റെ 2/3 ഭാഗം ഞാൻ ധർമ്മം ചെയ്യട്ടെ. പ്രവാചകൻ പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദാനം ചെയ്യട്ടെ. പ്രവാചകൻ പറഞ്ഞു പറ്റില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞു 1/3. അപ്പൊ പ്രവാചകൻ പറഞ്ഞ 3/1 ധാരാളമാണ്. രണ്ട് പ്രവാചകൻ ഉപദേശിച്ചു, ഇന്നക ഇൻതദർ ദുരിയതക അഗ്നിയ ഖൈറും മിൻ അൻ തദർഹും അലതൻ യതകഫഫൂന നാസ്. ജനങ്ങളെ, നിന്റെ അനന്തരാവകാശികളെ ജനങ്ങളുടെ മുന്നിൽ യാചിക്കുന്നവരായി, കൈനീട്ടുന്നവരായി ഉപേക്ഷിക്കുന്നതിനേക്കാൾ അവരെ ധന്യരായി ഉപേക്ഷിച്ചു പോകുന്നതാണ് നിനക്ക്. അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ച് നീ എന്ത് ചെലവഴിച്ചാലും ഇല്ല, അതുകൊണ്ട് അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകാതിരിക്കില്ല, അഥവാ നിനക്ക് പ്രതിഫലം ലഭിക്കും. എത്ര വരെ? നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ലുക്മത്ത്, ഒരു ഉരുള ചോറിന് പോലും, ഭക്ഷണത്തിന് പോലും നിനക്ക് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് നിന്റെ കുടുംബത്തിനാണ് ഈ പണം വിറ്റുപോകുന്നത് എന്നതുകൊണ്ട് നിനക്ക് നട്ടൊന്നും വരൂല, നിനക്കതിൽ കൂലി കിട്ടും. അതുകൊണ്ട് എന്താ ചെയ്യാവൂ? 1/3 മാത്രമേ ധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ വസിയത്ത് ചെയ്യാവൂ, അതിനപ്പുറത്തേക്ക് ധർമ്മം ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇതൊരു ഇസ്ലാമിന്റെ പൊതുവിധിയാണ്. നമ്മളെ അധികാരത്തിൽപ്പെട്ട തന്നെയാണ്, നമ്മളെ സ്വത്താണ്. ഇതൊക്കെ എവിടെയാണ് അറിയോ വരിക? നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളെ പരിപാലിക്കാൻ ഒരാളുണ്ടാവും, നമ്മളോട് ചിലപ്പോൾ നല്ല സ്നേഹമൊക്കെ നടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറെ മക്കളുണ്ട്, ആൺമക്കളുണ്ടാവും, പെൺമക്കളുണ്ടാവും, അവരെയൊക്കെ ഒഴിവാക്കി സ്വത്ത് മുഴുവൻ ഉമ്മയും ബാപ്പയും ഈ മോനെ എഴുതി കിട്ടി. പേപ്പറൊക്കെ കിട്ടിയാൽ
പിന്നെന്താവും? പിന്നെ ഉമ്മ വീട്ടിലിരിക്കുന്ന പ്രശ്നമാവും, ഉപ്പ വീട്ടിൽ എഴുന്നേൽക്കുന്നത് പ്രശ്നമാകും, തുപ്പുന്നത് പ്രശ്നമാകും, കിടക്കുന്നത് പ്രശ്നമാകും, അവരുടെ സ്വരം മാറും. അപ്പൊ ഇതിന് ഉപ്പാക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യ ആക്ട് അനുസരിച്ച് അങ്ങനത്തെ ഒരു വസീയത്ത് എഴുതിയിട്ട് നിൽക്കുക. നമ്മൾ മുദ്രപത്രത്തിലേ എന്റെ കാലശേഷം ഈ സ്വത്തും ക്രയവിക്രയൊക്കെ മക്കൾക്കാണ് എന്ന് പറഞ്ഞ് ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പെറ്റീഷൻ നിലവിൽ വന്നാൽ കലക്ടർക്കും തഹസിൽദാർക്കും ആ സ്വത്ത് തിരിച്ച് ഈ വൃദ്ധർക്ക് തിരിച്ചു കൊടുക്കാൻ ഇന്ത്യയിൽ അനന്തരാവകാശ നിയമങ്ങൾ നിലവിലുണ്ട്. അത് മതത്തിന്റെ അപ്പുറമാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവരെ സംരക്ഷിക്കണം. സംരക്ഷിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആ സ്വത്ത് പിടിച്ചെടുക്കും. ഇനി വേറെ ആരും നോക്കില്ലെങ്കിൽ ഗവൺമെന്റ് പിടിച്ചെടുക്കും, അയാൾക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കും. അതിനുള്ള ആക്ടുകളും നിയമങ്ങളും കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. അപ്പോ ഇവിടെ ഇസ്ലാമികപരമായിട്ട് ഒരു 1/3 വസിയത്ത് ചെയ്യാൻ പാടില്ല. അപ്പോ ഈ അനന്തരാവകാശങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ആരാണ് നിങ്ങളെ കുടുംബാപ്പയാണോ, ഉമ്മയാണോ, മക്കളാണോ, ഭാര്യയാണോ, ആരാണ് നിങ്ങൾക്ക് അക്റബുലക്കും നഫ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹ് ഇതിന് അനന്തരാവകാശ നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്. അതിന് പകരം നിങ്ങൾ അതിനെ ട്രാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, ഒരാൾക്കോ വേറെ ആൾക്കോ ഒന്നും എഴുതി വസിയത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിൽ അനുബന്ധമായി മനസ്സിലാക്കേണ്ടത് ഒന്ന് അതാണ്. 3-ൽ 1. പിന്നെ ആ വസിയത്തിന് 2 സാക്ഷികൾ വേണം. വസിയത്ത് ചെയ്യുമ്പോൾ 2 സാക്ഷികൾ മുസ്ലിമായ ആളായിരിക്കണം. കല്യാണത്തിന് സാക്ഷിയാക്കുന്ന പോലെ മുസ്ലിമാളായ ആളായിരിക്കണം. കല്യാണത്തിന് പക്ഷേ അമുസ്ലിമിനെ ഒരിക്കലും സാക്ഷിയാക്കാൻ പറ്റില്ല. എന്നാൽ പണമിടപാടിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാം? 2 മുസ്ലിമിനെ കിട്ടിയില്ല. ഒരു മുസ്ലിമും ഒരു യാത്രയിലോ മറ്റേയാള് മരണാസന്നായ ഒരു അപകടത്തിലേക്ക് പെട്ട് നിൽക്കുക. അങ്ങനെ ഒരു സന്ദർഭത്തിലാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു മുസ്ലിമും വേറെ ഒരു അമുസ്ലിം ആണെങ്കിലും എന്ത് ചെയ്യാം? അവരെയും സാക്ഷിയാക്കാം. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? സത്യം അതുപോലെ സത്യപ്പെടുത്തലൊക്കെ ആവശ്യമായിട്ട് വരുമെന്നാണ് തുടർന്നുള്ള ആയത്തുകളും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അതൊരു നീണ്ട വിഷയമായതുകൊണ്ട് ഞാൻ അതിനെ വളരെ ചുരുക്കിയാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം, അതിന് ഹദീസ് ഇതാണ്: ഇന്നല്ലാഹ ഖദ് അഅതാ ലികുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖഹു ഫലാ വസിയത്തുൽ ലിവാരിസ്. മാതാപിതാക്കൾക്ക് എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അഅതാ, തീർച്ചയായും അള്ളാഹു നൽകിയിട്ടുണ്ട്, ലികുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖഹു, ഓരോരുത്തർക്കുള്ള അവകാശങ്ങൾ ഏതാണ് എന്ന് സൂറത്ത് നിസായിലെ അനന്തരാവകാശ നിയമം അനുസരിച്ച് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ വസിയത്തുൽ ലിൽ വാരിസ്, അനന്തരാവകാശം ലഭിക്കുന്ന ആളുകൾക്ക് വസിയത്ത് ചെയ്യാൻ. അതാരാണ്? എന്നാൽ വസിയത്ത് ചെയ്യുന്നത് തന്നെ ഡയറക്റ്റ് കിട്ടും, സ്വത്ത് കിട്ടും. അവരിൽ ഇളവുകൾ പ്രഖ്യാപിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോ കുടുംബത്തിലെ ബാക്കിയുള്ളവരെല്ലാവരും ആരോഗ്യമുള്ള, ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ ഉള്ളതാണ്. അവിടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അംഗവൈകല്യമുള്ള ഒരാളുണ്ട് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വസിയത്ത് ചെയ്യാം. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അയാളുടെ ശാരീരിക അവസ്ഥ വെച്ച് അയാളുടെ സംരക്ഷണത്തിന് വേണ്ടി വസിയത്ത് ചെയ്യാം. പക്ഷെ അവിടെ എന്ത് വേണം? മറ്റു മക്കളെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെയൊക്കെ അതിൽ തറാൾ ഉണ്ടാക്കിയിട്ട് അത് ചെയ്ത് രേഖാപരമായിട്ട് ചെയ്യണം എന്നതാണ്. ഉപദ്രവകരമായ വസിയത്തുകൾ പാടില്ല. സമ്പത്തിന്റെ കാര്യത്തിലാകട്ടെ, കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിലാകട്ടെ. ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് മറ്റേ മകൻ കാണരുത്, എന്റെ ജ്യേഷ്ഠൻ കാണരുത്, എന്റെ മകൾ കാണരുത്, എന്റെ മരുമകൻ കാണരുത്. അങ്ങനത്തെ വസിയത്തുണ്ടല്ലോ. അങ്ങനത്തെ വസിയത്തുകൾ ഇസ്ലാമിൽ നിലനിൽക്കുക. ഒരാൾ ചെയ്താലും അത് അയാളുടെ വിവരക്കേടാണ്. കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന, മാനുഷിക ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ഉപദ്രവകരമായ വല്ല വസിയത്തും ചെയ്താൽ അത് അയാളുടെ ജഹാലത്തായി പരിഗണിച്ച് പിന്നെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അതിനെ മസ്ലഹത്താക്കി അയാൾക്കുള്ള അവസരവും ഇതൊക്കെ കൊടുക്കണം. അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അയാളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവും. പക്ഷേ മരിക്കുന്ന നേരത്തെ ഈ ജാതിയൊക്കെ ഉണ്ടാക്കിയിട്ടല്ല പോകേണ്ടത്. അത്തരം വിഷയങ്ങളൊക്കെ തീർത്തൊരു നല്ല മനുഷ്യനായിട്ടാണ്. കാരണം നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ നമ്മൾ മനുഷ്യന്മാരോട് വിട്ടുവീഴ്ചയാണ്. അതാണല്ലോ ആയിഷാ ബീവിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞത്. ആയിഷാ ബീവിന്റെ പേരിൽ വ്യഭിചാര ആരോപണം ഉന്നയിച്ചു. മിസ്തഹ് റളിയല്ലാഹു അൻഹു അതിൽ ഒരു പങ്കാളിയായി. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഒരു സഹായം കൊടുക്കൂല. അള്ളാന്റെ ആയത്തിറങ്ങി, അലാ അൻത അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ?
എങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, അവരോട് പൊറുക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അതുവരെ കൊടുക്കൂല എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ ചെലവും വസ്തുക്കളും വസ്ത്രങ്ങളുമായിട്ട് മിസ്തഹ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു പോയി. അവിടെ അതാണ് ചെയ്യേണ്ടത്. അവിടെ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അതിന്റെ പേരിൽ കുടുംബ ബന്ധത്തിന്റെ അല്ലെങ്കിൽ ബന്ധങ്ങളെയോ വേർപെടുത്താൻ പാടില്ല. അതിന് തെറ്റിൻ്റെതായ നിലപാടുകളുണ്ട്. അതിന് കുടുംബ ബന്ധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒഴിവാക്കാൻ പാടില്ല. വസിയത്ത് ചെയ്യുന്ന ആ വസിയത്ത് പൂർത്തിയാക്കി വേണം അനന്തരാവകാശങ്ങൾ എന്ത് ചെയ്യാൻ? കൊടുക്കാൻ. വാപ്പ മരിച്ചാൽ മുതൽ ഞമ്മന്റെ ആയി എന്ന് വിചാരിക്കരുത്. മുതലിന് എന്തുണ്ട്? വസിയത്ത് ചെയ്തതുണ്ടാകാം. കാരണം ഖുർആന്റെ ആയത്ത് എങ്ങനെയാണ്? മിംബാദി വസിയത്തിൻ യൂസി ബിഹാ, വസിയത്ത് ചെയ്ത വസിയത്ത് പൂർത്തിയാക്കിയതിനു ശേഷം ഔദൈനിൻ, കടമുണ്ടെങ്കിൽ അതും വീട്ടണം. എന്നിട്ട് ബാക്കിയുള്ളതിൽ എന്തുള്ളൂ? ഇത്. അതിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു ഗൈറ മുദാരിൻ. ആ വസിയത്ത് എന്തായിരിക്കണം? ഉപദ്രവകരമല്ലാത്ത വസിയത്തായിരിക്കണം. വസിയത്ത് മിനല്ലാഹ്, അത് നിങ്ങൾക്ക് വിശ്വാസികൾക്കുള്ള അള്ളാന്റെ വസിയത്താണ്. വല്ലാഹു അലീമുൻ ഹലീം, അള്ളാഹു അങ്ങേയറ്റത്തെ ശമാലുവാണ്. അതുകൊണ്ട് അറിവിലായ്മീന്റെ കാലത്തൊക്കെ പടച്ചോൻ വിട്ടുവീഴ്ച ചെയ്തു. പക്ഷേ അറിഞ്ഞും ബോധ്യത്തിലും ഈ കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ദ്രോഹപരമായിട്ടുള്ള വസിയത്തുകൾ പാടില്ല. ലാ ളറ വലാ ളിറ, മൻ ളറ ളറല്ലാഹ് വമൻ ശാക ശാക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വയം ഉപദ്രവിക്കുകയോ മറ്റുള്ളവരെ ഉപദ്രവം ചെയ്യുകയോ ചെയ്യരുത്. വസിയത്ത് കൊണ്ടാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാകട്ടെ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് ഉപദ്രവം നമ്മൾ മുഖേന ഒരാൾക്ക് ഉപദ്രവമാകാൻ പാടില്ല. നമുക്ക് സ്വയം ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യം ചെയ്യരുത്. അതുപോലെ തന്നെ ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനെ ഉപദ്രവിക്കും. ചിലപ്പോൾ നമ്മൾ ഉപദ്രവിച്ചാനെ അവന് നമ്മളെ തിരിച്ചു ഉപദ്രവിക്കാൻ കഴിവില്ലായിരിക്കാം. നമ്മള് കാര്യങ്ങൾ ചെയ്തു, ആ കാര്യത്തെ പ്രതിരോധിക്കാൻ മാനുഷികമായ അയാൾ കഴിവില്ലെങ്കിൽ അയാളുടെ പക്ഷത്ത് അള്ളാന്റെ സഹായം ഉണ്ടാകും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം, അതിനെ ഭയപ്പെടണം. മറ്റൊന്ന്, അന്യായമായ വസിയത്ത് ബാത്തിലും അസാധുവാണ്, അത് സ്വീകരിക്കും. കാരണം എന്താ? മന്നമിലാമലൻ ലൈസ അലൈഹി അംറുന, ശരീഅത്തിന്റെ വിരുദ്ധിക്കും കൽപ്പനകൾക്ക് വിരുദ്ധമാണെങ്കിൽ ഏത് അമലാണെങ്കിലും അത് സ്വീകരിക്കപ്പെടാൻ പാടില്ല എന്ന പൊതുസൂത്രമാണ്. മറ്റൊന്ന്, 12ാമത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ നാട്ടിലും കാലഘട്ടത്തിലും ധാരാളക്കണക്കിന് ബിദ്അത്തുകളും തെറ്റായിട്ടുള്ള ആചാരങ്ങളും ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. 3-40 കൊല്ലം തേച്ചിൽ, അടിയന്തരം, കണ്ണോക്ക്, അങ്ങനെ ഒരു ജാതി സാധനങ്ങളായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ഇസ്ലാമിന്റെ കർമ്മങ്ങൾക്കനുസൃതമായിട്ട് നിയമങ്ങൾക്കനുസരിച്ച് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ ഒരു മുസ്ലിം തന്റെ അനന്തരാവകാശികളെ വസിയത്ത് ചെയ്യണം. സഹാബികൾ അങ്ങനെ ചെയ്തിരുന്നു. ആമിർ ബിൻ സഅദ് ബിൻ വഖാസ് അദ്ദേഹം പറയുന്ന അന്ന സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഫി മർളിൽ ലദി ഹലക ഫീഹി, അതിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇൽഹിദു ലി ലഹ്ദ, എനിക്ക് നിങ്ങളെ ലഹ്ദാണ് ഉണ്ടാക്കേണ്ടത്. 2 തരം ഖബർ ഉണ്ടാക്കും. നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന ഖബർ ഷക്ക് എന്നാണ് പറയുന്നത്. നേരെ താഴത്തേക്ക് കുഴിച്ചിട്ട് ഖബറിനെ ഇറക്കി വെക്കുക, അതിന് മേടയും മൂടുകല്ലൊക്കെ വെക്കാം. എന്നാൽ നേരെ താഴത്തേക്ക് കുഴിച്ച് കിബിലിയുടെ ഭാഗത്ത് ഒരു ഡ്രോ പോലെ ഉണ്ടാക്കി അതിലേക്ക് മയ്യത്തിന് കയറ്റി വെച്ച് കല്ലും ഇഷ്ടിയൊക്കെ ചാരി വെച്ച് ഉരുടീസൊക്കെ ചാരി വെച്ച് ഖബറടക്കുന്ന രീതി, അതല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇൽഹിദു ലീ ലഹദൻ, എനിക്ക് വേണ്ടി നിങ്ങൾ കുഴിക്കേണ്ടത് ലഹദാണ്. വൻസിബു അലയ്യ ലബൻ നസ്ബ, എന്നിട്ട് അതിന് മേലെ എന്ത് ചെയ്യണം? ഇഷ്ടിക ചാരി വെക്കണം. കമാ സുനി അബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ നബിയെ എങ്ങനെയാണോ ഖബറടക്കിയത് അതുപോലെയേ എന്നെയും നിങ്ങൾ ഖബറടക്കാൻ പാടുള്ളൂ എന്ന് കുടുംബ ബന്ധുക്കളോട് എന്ത് ചെയ്തു? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തു. അതുപോലെ അബൂ മൂസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം വസിയത്ത് ചെയ്തു, ഇദാ ഇൻതലക്തും ബി ജനാസതി ഫഅസ്രിഹു ബിഹിൽ മശി, നിങ്ങൾ എന്റെ ജനാസ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ധൃതിയിൽ കൊണ്ടുപോകണം. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസയെ ധൃതിയിൽ കൊണ്ടുപോകാൻ കൽപ്പിച്ചിട്ടുണ്ട്.
മറ്റൊന്ന് വല തത്തബിഉ ബി മിജ്മരി, എന്റെ ജനാസയെ നിങ്ങൾ തീക്കനലും കൊണ്ട് പിന്തുടരാൻ പാടില്ല. അത് നബി വിരോധിച്ചിട്ടുണ്ട്. സാമ്പ്രാണിത്തട്ട് പോലെ അതിൽ പുകയും ഇതൊക്കെ ആയിട്ട് തീക്കനലുമായിട്ട് സഞ്ചരിക്കുന്ന രീതി ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അത് നബി വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹാബി വര്യൻ പറയാണ്, എന്റെ ജനാസന്റെ പിന്നാലെ ജാഹിലിയത്ത് പാടില്ല. വലാ തജൽനി അലയ്യ ലഹദി ഷൈഅൻ യഹൂലു ബൈനി വ ബൈന തുറാബ്, എന്റെ ഖബറിന്റെ ഉള്ളിൽ ലഹദിൽ എന്റെ ശരീരവും എന്റെ മയ്യത്തും മണ്ണുമായിട്ട് തടസ്സമുണ്ടാകുന്ന വേറെ സാധനം ഒന്നും വെക്കാൻ പാടില്ല. കഫൻ തുണി അല്ലാതെ അതിന് തടസ്സമാകുന്ന എന്തെങ്കിലും സാധനം വെക്കാൻ പാടില്ല. കാരണം നബി കഫൻ തുണി മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, ഖബറിൽ വെച്ചിട്ടുള്ളൂ, വേറെ മറ്റു വസ്തുക്കളൊന്നും വെച്ചിട്ടില്ല. അത് ജാഹിലിയ കാലത്ത് അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പണമൊക്കെ കൊണ്ടുവച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കരുത്. വലാ തജഅലുന്ന അലയ്യ ഖബരി ബിനാഅൻ, എന്റെ ഖബറിന്റെ മേലെ കെട്ടിടമൊന്നും പാടില്ല. ഊഷഹിദുക്കും അന്നീ ബരീഉൻ മിൻ കുല്ലി, ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി പറയുന്നു, ഞാൻ നിരപരാധിയാണ്, ഞാൻ കുറ്റക്കാരനാവൂല, ഞാനത് ഏറ്റെടുക്കൂല. എന്ത്? മിൻ കുല്ലി ഹാലിക്കത്തിൻ വസാലിക്കത്തിൻ ഔ ഹാലിക്കത്തിൻ. 3 കാര്യങ്ങൾ. മൊട്ടയടിക്കുക, ദുഃഖപ്രകടനം കാണിക്കാൻ വേണ്ടി മൊട്ടയടിക്കുക. മറ്റൊന്ന് അട്ടഹസിച്ച് കളയുക. മറ്റൊന്ന് വസ്ത്രം പിച്ചിച്ച്. ഈ 3 കാര്യം ദുഃഖപ്രകടനം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിരപരാധിയാണ്. കാരണം അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും സമീത്തഫി ചെയ്യാ, ഇതിലെന്തെങ്കിലും നബി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് കേട്ടിട്ടുണ്ട്. അപ്പോ മരിച്ചതിന്റെ ദുഃഖപ്രകടനത്തിന്റെ ഭാഗമായിട്ട് മൊട്ടയടിക്കാൻ പറ്റും. അതുപോലെ തന്നെ മുടി അഴിച്ചിടുക, അട്ടഹസിച്ച് കരയുക, നെഞ്ചു പിളർത്തി വസ്ത്രമൊക്കെ പിച്ചി ചീന്തുക. അപ്പൊ സഹാബികൾ എന്ത് ചെയ്തു? നാട്ടിൽ നിലവിലുള്ള തെറ്റുകളെ അവർ വിരോധിച്ച് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ മിത്തു, ഞാൻ മരിച്ചാൽ ഫലാ തുദീനു ബി, നിങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല. കാരണം ഇന്നി അഖാഫു അൻ യകൂന നഇയൻ, പ്രവാചകൻ വിരോധിച്ച മരണവാർത്ത അറിയിക്കലാകുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫഇന്നി സമീതു, തീർച്ചയായും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, യൻഹാ അനി നഈ, നഈനെ പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. എന്താ നഈ? വാഹനങ്ങളിൽ ഒരാൾ കെട്ടി ഇങ്ങനെ ഇരുത്തി അയാൾ പോകും. അയാൾ ഇയാളുടെ ഗുണഗണങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. നമ്മളെ നാട്ടിലെ ഇന്ന ഹാജിയാരി പള്ളി ഉണ്ടാക്കിയ ആള്, ഇന്നതിലൊക്കെ ധർമ്മം ചെയ്ത ആളാണ്, അയാൾ മരണപ്പെട്ടിട്ടുണ്ട്, അയാളുടെ കബറടക്കൽ ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഗുണങ്ങൾ. അതേ സമയത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട്, പള്ളിയിൽ എഴുതി വെക്കാം, ഇന്നാൾ മരിച്ചിട്ടുണ്ട്, അയാളുടെ ജനാസ എത്ര മണിക്ക് ഇന്ന പള്ളിയിൽ നിർവഹിക്കുന്നതാണ് എന്ന് അതൊക്കെ എഴുതി വെക്കാം, അത് പറയാം. അതിനുള്ള തെളിവ് എന്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നജ്ജാഷിയുടെ മരണവാർത്ത പ്രവാചകൻ അറിയിച്ചു. അതുപോലെ തന്നെ ജാഫർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളുടെയൊക്കെ യുദ്ധത്തിൽ മരണം സംഭവിച്ചപ്പോൾ പ്രവാചകൻ പള്ളിയിൽ വെച്ച് അത് ജനങ്ങളോട് പറഞ്ഞു. അപ്പോ അത് പരസ്യം ചെയ്യാം. എന്നാൽ പ്രവാചകൻ വിരോധിച്ച നഈ എന്താണ്? അത് ജാഹിലിയ കാലത്ത് അവരുടെ നന്മകളൊക്കെ വിളിച്ചു പറഞ്ഞ് വാഹനങ്ങളിലെ ഒട്ടകപ്പുറത്തൊക്കെ കയറി ഇങ്ങനെ മലഞ്ചെരുവിലൂടെയും അങ്ങാടികളിലൂടെയും വിളിച്ചു പറയുന്ന രീതിയുണ്ട്. ആ സാധനം വിരോധിക്കപ്പെട്ടു. അതിന്റെ വേറൊരു സ്റ്റൈലാണ് മറ്റു പല ജില്ലകളിലും കാണുന്ന ഈ മറ്റേ ഇതുണ്ടല്ലോ, ജീപ്പിലും മറ്റു വാഹനങ്ങളിലൊക്കെ മൈക്ക് സെറ്റ് കെട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. ഒരാൾ മഹലിലോ അതുപോലുള്ള ആളുകളൊക്കെ ഫോൺ ചെയ്തൊക്കെ പറയാം. അതിന് വേണ്ടിയമാരിപ്പോ ഫോണിലോ വാട്സപ്പിലോ മെസ്സേജുകൾ ഇന്ന അടുത്തുണ്ട്. എന്തിനാണ് വരേണ്ടത്? എന്തിനത് അറിയിക്കേണ്ടത്? മരണവാർത്ത അറിയിക്കുന്നത് ജനാസയിൽ പങ്കെടുക്കാനാണ്. മയ്യത്ത് നമസ്കാരത്തിലും അയാളെ കബറടക്കുന്നിടത്ത് ഇസ്തിഗ്ഫാർ തേടാനും വേണ്ടിയിട്ട് അവിടെ എത്താനാണ്. ആ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം? ഇത് അറിയിക്കാം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട വിലക്കപ്പെട്ട മരണ വിളംബരം കൊട്ടിപ്പാടിയോ ശബ്ദവാഹിനികൾ ഘടിപ്പിച്ചോ വിളംബരം ചെയ്തു പോകുന്ന രീതിയാണ്. മരണവാർത്ത വിശ്വാസികൾ പരസ്പരം കൈമാറുന്നതിനോ മരണവാർത്ത അറിയിക്കാൻ മെസ്സേജ്, ഇമെയിൽ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനോ തെറ്റില്ല. യുസ്തഹബ്ബു, ഇമാം നബവി വേറെയാണ്, യുസ്തഹബ്ബു ലഹു ഇസ്തിഹിയ ബാബൻ മുഅഖദൻ, അങ്ങേ അറ്റത്തെ വളരെ ശക്തമായ സുന്നത്താണ് അൻ യൂസിഹി, വസിയത്ത് ചെയ്യൽ. എന്തിനെ? ബിജിതിനാബി മാ ജറൽ ആദത്തും ബിഹി മിനൽ ബിദ്അ, നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്ന
ബിദ്അത്തുകളെ ഒഴിവാക്കാൻ വിട്ടുനിൽക്കൽ. ജനായിസുമായി ഫിൽ ജനായിസ് വയുഅഖദുൽ അഖ്ദു ബിദാലിക്. ആ കാര്യത്തിൽ എന്ത് ചെയ്യണം? രക്തബന്ധുക്കളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എന്നത് യുസ്തഹബ്ബു, ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു കാര്യം. ഇസ്തിഹ്ബാബൻ മുഅഖദാൻ, വളരെ ശക്തിപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയുന്ന നാട്ടിലുള്ള ഇന്ന കാര്യങ്ങളൊന്നും നമ്മളെ മരിച്ചാൽ ചെയ്യാൻ പാടില്ല. അപ്പൊ തെറ്റായ ആശയങ്ങളോ തെറ്റുകളോ ഉണ്ടാകുന്നിടത്ത് ഇപ്പൊ ഇത് പറഞ്ഞ് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? ഈ ഹദീസ് കൂടി നമുക്ക് ഓർമ്മപ്പെടുത്തി നമുക്ക് അവസാനിപ്പിക്കാം. അബൂ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുൽ മുസ്ലിം അലൽ മുസ്ലിമി സിത്ത്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 കടപ്പാടുകളുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, മാഹിയ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതരെ അതേതാണ്? പ്രവാചകൻ പറഞ്ഞു, ഇദാ ലഖീത ഫസല്ലിം അലൈഹി, നീ അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയുക. രണ്ടാമത്തത് വഇദാ ദഅക ഫഅജിബ്, ഹലാലായി ഇസ്ലാം അംഗീകരിച്ച ആഘോഷങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക, അത് ഉത്തരം നൽകുക. മൂന്നാമത്തത് ഇദാ ഇസ്തൻസഖ ഫൻസഅലഹു, ഒരു കാര്യത്തിന്റെ ഗുണോപദേശം, അതിലെന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന കാര്യത്തിലെ നിലപാടുകൾ ചോദിച്ചാൽ ആ നിലപാട് അറിയിച്ചു കൊടുക്കുക. മറ്റൊന്ന് വഇദാ അതശ ഫഹമിദല്ലാഹ് ഫസമ്മതു, ഒരാൾ തുമ്മി അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഇർഹമക്കുമുല്ലാഹ് എന്ന് പറയുക. മറ്റൊന്ന് വഇദാ മരിള ഫഇദുഹു, അദ്ദേഹം രോഗിയായാൽ നീ സന്ദർശിക്കണം. വഇദാ മാത ഫഖ്തബു, മരിച്ചാൽ അയാളുടെ ജനാസയെ പിന്തുടരണം. അപ്പൊ രോഗിയായാൽ സന്ദർശിക്കുക എന്നതും അതുപോലെ തന്നെ മരിച്ചാൽ അയാളുടെ ജനാസയെ പിന്തുടരുക എന്നതും മുസ്ലിമിന്റെ ബാധ്യതകളിൽപ്പെട്ട ബാധ്യതയാണ്. നമുക്ക് ഒഴിവുണ്ടെങ്കിൽ പോകാന്നില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. രോഗിയായാൽ എന്ത് ചെയ്യണം? നമ്മൾ സന്ദർശിക്കണം. ഇപ്പോൾ സന്ദർശിക്കുന്നില്ലേ? നമ്മൾ സന്ദർശിക്കുന്നില്ല. നമ്മൾ രോഗിയായപ്പോൾ അവർ വന്നിരുന്നു, അതുകൊണ്ട് നമ്മൾ പോകണം. പക്ഷെ നമ്മൾ രോഗിയായപ്പോൾ അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം, അവർ രോഗത്തിലായിരുന്നു, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണോ? രോഗസന്ദർശനം പകരത്തിന് പകരമല്ല, ഹക്കാണ്, കടപ്പാടുകളാണ്. അതുകൊണ്ട് ഒരാൾ ഇങ്ങോട്ട് ചെയ്തില്ലെങ്കിലും ബോധമുള്ള, ശരീരത്തിനെ കുറിച്ച് ബോധമുള്ളവർ അത് നടപ്പിലാക്കണം എന്നർത്ഥം. മരിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ മരിച്ചപ്പോഴൊന്നും അവരാരും വന്നിട്ടില്ല. നമ്മളുടെ കൂടിയിൽ അവിടെ ഇവിടെയൊക്കെ മരണം ഉണ്ടായപ്പോഴൊന്നും അവരെ വന്നിട്ടില്ലല്ലോ, അവരെയൊക്കെ അറിയിച്ചിരുന്നല്ലോ. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യില്ല, പോണില്ല എന്നല്ല, അവിടെ നമ്മൾ പോകണം. അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് 40 ആളുകൾ, മുഅ്മിനായ ഈമാനുള്ള ആളുകൾ അയാളുടെ ജനാസയിൽ പങ്കെടുത്താൽ അയാളെ സ്വർഗത്തിലാക്കണേ എന്ന് നമ്മൾ ശഫാഅത്ത് ചെയ്താൽ ശഫിഉ ഫീ, അയാളുടെ കാര്യത്തിൽ അള്ളാഹു ആ ശുപാർശ സ്വീകരിക്കും. അപ്പൊ ആ നിസ്കാരത്തിൽ എന്താണ്? നമ്മൾ ഉണ്ടാവണം. നമ്മളെ ജീവിതത്തിന്റെ തിരക്കുകൾ മാറ്റണം. നമ്മളൊരു കാര്യം ജീവിതത്തിൽ പുലർത്തിയാലേ നമുക്ക് ആ ഗുണം കിട്ടുള്ളൂ. നമ്മൾ മരിക്കുന്ന നേരത്തെ നമ്മളെ ജനാസയിൽ അങ്ങനത്തെ ഒരു 40 ആള് വന്ന് നിസ്കരിക്കണമെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർക്ക് നിസ്കരിക്കണം, എന്നാലേ അള്ളാഹു അത് തരുള്ളൂ. ആ കാര്യത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധാപൂർവം ഇടപെട്ട് അത് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അവിടെ നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകണം, ജനാസയെ പിന്തുടരുക എന്നുള്ളിടത്ത്. അതിനെന്തുണ്ട്? പ്രവാചകന്റെ കൽപ്പനകൾ വേറെയും കാണാം. ഊദുൽ മരീള വത്തബിയുൽ ജനാസ തുദക്കിറുക്കുമുൽ ആഖിറ, അത് നമുക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. രോഗിയെ സന്ദർശിക്കൂ, ജനാസയെ പിന്തുടരൂ, അത് നിങ്ങളെ മരണാനന്തര ജീവിതം ഓർമ്മപ്പെടുത്തും. അപ്പൊ ആ ഒരു ഗുണം അതിനുണ്ട്. വേറെ ചില ഗുണത്തിൽ പെട്ടതാണ് അള്ളാഹു പറഞ്ഞൊരു അടിമയോട് പരലോകത്ത് വിചാരണ ചെയ്യുമ്പോഴേ, ഞാൻ രോഗിയായി, നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? അപ്പൊ അദ്ദേഹം പറയും, അന്ത റബ്ബുൽ ആലമീൻ കൈഫ ഉദുക്, എങ്ങനെയാണ് ഞാൻ നിന്നെ സന്ദർശിക്കുന്നത്? നീ റബ്ബുൽ ആലമീനാണല്ലോ. അപ്പൊ അള്ളാഹു ആ മനുഷ്യനോട് പറയുന്നതാണ്, അമാ അലിംത, നിനക്കറിയില്ല, അന്ന അബ്ദി ഫുലാനൻ മരിദ്, ഇന്ന ആള് രോഗിയായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. ഫലം യഇദുഹു, നീ അവനെ സന്ദർശിച്ചില്ലല്ലോ. അമാ അലിംത അന്നക ലൗ അതുഹു ലവജദ്ത, നീ അറിഞ്ഞപ്പോ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ
അവന്റെ അടുത്ത് നിനക്ക് എന്നെ കാണാൻ ആയിരുന്നു. അതിന് എന്താ കിട്ടി? അതിനെന്ത് കിട്ടി? പരലോകത്തെ വിചാരണ ചെയ്യപ്പെടുന്ന കാര്യങ്ങളുടെ കൂടെ ഈ ഒരു കാര്യം ഉണ്ട്. അതുകൊണ്ടല്ലേ രോഗിയായിട്ട് നീ എന്താ അവിടെ സന്ദർശിച്ചല്ല. അങ്ങനത്തെ ചില രക്തബന്ധങ്ങളും സുഹൃബന്ധങ്ങളും ഈമാനിക ബന്ധമൊക്കെ ഉണ്ടാവും. ആ ബന്ധം ഉള്ളിടത്ത് നമ്മൾ എത്തിപ്പെട്ടില്ല എങ്കിൽ പടച്ചോൻ നമ്മളെ ചോദ്യം ചെയ്യുമെന്ന താക്കീതാണ് ഈ ഹദീസ്. മറ്റൊന്ന് ഇമാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ. ഒരാൾ പ്രഭാതത്തിൽ എന്ത് ചെയ്തു? ഒരു മുസ്ലിമായ രോഗിയെ സന്ദർശിച്ചു. ഇല്ലാ സല്ല അലൈഹി 70,000 മലക്ക്, 70,000 മലക്കൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്താ യുംസി, വൈകുന്നേരം ആകുവോളം. വ ഇൻ ആദ അശിയതൻ, വൈകുന്നേരത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചു. ഇല്ലാ സല്ല അലൈഹി 70,000 മലക്ക്, 70,000 മലക്കൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്താ യുസ്ബിഹ, പ്രഭാതമാകുന്നവരെ. വകാന ലഹു ഹരീഫുൻ ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ ഒരുക്കി വെക്കപ്പെട്ട പഴങ്ങളുണ്ട്. എന്താ ചെയ്യേണ്ടുള്ളൂ? രോഗിയെ സന്ദർശിക്കണം. രാവിലെ സന്ദർശിച്ചാൽ 70,000 മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വൈകുന്നേരത്ത് സന്ദർശിച്ചാൽ പുലരുന്നത് വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മൻ ആദ മരീദൻ, ഒരാൾ രോഗിയെ സന്ദർശിച്ചു. ലം യസൽ, അയാൾ ആയിക്കൊണ്ടേയിരിക്കും. യഹൂദു ഫീ റഹ്മത്തി, അള്ളാന്റെ കാരുണ്യത്തിൽ അയാൾ ഊളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹത്താ യർജിയ, മടങ്ങി വരുന്നു. ഫഇദാ ജലസ, രോഗിയുടെ അടുത്തിരുന്നാൽ യഗതമസ ഫീഹ, അയാൾ ആ കാരുണ്യത്തിൽ ആണ്ടുപോകും, മുങ്ങിപ്പോകും. പ്രവാചകന്റെ രീതി അതായിരുന്നു. രോഗിയുടെ അടുത്ത് ചെന്നാൽ അദ്ദേഹത്തിന് ഇരിക്കാൻ സൗകര്യമുള്ളിടത്താണെങ്കിൽ രോഗിയുടെ തലയുടെ ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുമായിരുന്നു. ഇരിക്കുക മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്പർശിക്കൽ അനുവദനീയമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്പർശിക്കും. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അറിയാലോ, നമ്മളെ രോഗിയെ സന്ദർശിക്കുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അന്ത ഷാഫി ലാ ശിഫാഇ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിർ സഖം. ജനങ്ങളുടെ രക്ഷിതാവേ, അദ്ദേഹത്തിന്റെ പ്രയാസത്തെ മാറ്റിക്കൊടുക്കണേ, അദ്ദേഹത്തിന് ശിഫ നൽകണേ. ഒരിക്കലും തന്നെ അതൊരു വേറൊരു രോഗമോ പ്രയാസമോ ആകാത്ത വിധത്തിൽ ശിഫ നൽകണേ, നീയല്ലാതെ ശിഫ നൽകുന്നവൻ വേറെ ആരുമില്ല എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവിടുന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് വല്ലാതെ നീണ്ടുപോയിട്ടുണ്ട്. വല്ലാതെ ഇനി എന്ത് ചെയ്യേണ്ട, അടുത്ത ഹദീസ് മുതൽക്ക് നമ്മൾ അടുത്തതിൽ മരിക്കുന്ന സന്ദർഭത്തിൽ ഒരു രോഗി, അയാളോട് നമ്മൾ കാണിക്കേണ്ടുന്ന കടപ്പാടുകളും കടമയും കുറിച്ചുള്ള ഹദീസുകളും അതുമായിട്ടുള്ള പ്രമാണങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു ഹദീസാണ് ഇപ്പതുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് നീക്കിവെക്കാം. അപ്പൊ ക്ലാസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇൻഷാ അല്ലാഹ് 4:30 എന്ന സമയത്തിൽ ഈ ക്ലാസ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കും. 6 മണിയാകുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുക എന്നതാണ് നമ്മളെ ഈ ക്ലാസിന്റെ രീതി. ഇൻഷാ അല്ലാഹ് അതിൽ നമ്മൾ ആളുകളെല്ലാവരും എത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിനെ പഠിച്ച് മനസ്സിലാക്കാനും ജീവിതത്തിലെ പ്രായോഗികവൽക്കരിക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. പറഞ്ഞ വിഷയത്തിലെ കുറെ വിഷയങ്ങൾ വന്നു പോയിട്ടുണ്ട്. വസിയത്ത്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഡൗട്ടുകൾ ഉണ്ടാവും. ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാവുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അമുസ്ലിമെ രോഗിയായാൽ നമുക്ക് സന്ദർശിക്കാം. ഈ ഹദീസ് അതിനുള്ളൊരു തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഹൂദിയായിട്ടുള്ള ഒരു സേവകനുണ്ടായിരുന്നു. സേവനം പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്തോളണമെന്നില്ല. ഇപ്പൊ ചിലപ്പോ ഹജ്ജാമ ചെയ്യലോ, ചിലപ്പോ വസ്ത്രം തുന്നി കൊടുക്കലോ, അല്ലെങ്കിൽ ചെരുപ്പ് തുന്നി കൊടുക്കലോ, അങ്ങനെ എന്തെങ്കിലും ഒരു സേവനം ചെയ്തൊരാൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി രോഗിയായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ സമീപിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തലയുടെ അടുത്തിരുന്നിട്ട് ആ കുട്ടിയോട് ഷഹാദത്ത് ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അസ്ലിം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് ഇസ്ലാം ആകണമെന്നുണ്ട്. പക്ഷെ വാപ്പ അടുത്ത് നിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെ അദ്ദേഹത്തിലേക്ക് തുറിച്ചു നോക്കി. അപ്പൊ പിതാവ് പറഞ്ഞു, ആദ്യം അബ ഖാസിം,
പ്രവാചകനെ ചെറുതാക്കിക്കൊണ്ട് കാസിമിന്റെ വാപ്പ പറയുന്നത് കേട്ടോന്ന് യഹൂദന്മാരെ പരിഹരിച്ച് പറയുന്ന ഒരു വാക്കാണ്. അങ്ങനെ നബി പറയുന്ന വാക്ക് അനുസരിക്കാൻ പറഞ്ഞു. അങ്ങനെ കുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. പ്രവാചകൻ അവിടെ നിന്ന് വരുമ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. ആ കുട്ടിയെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിച്ച റബ്ബിന് സർവസ്തുതി. ചില റിപ്പോർട്ടുകളിൽ പ്രവാചകൻ ഉമിറ അൻ ഉസല്ലി അലൈഹി, അദ്ദേഹം ആ കുട്ടിക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ മുസ്ലിമിനെ എന്ത് ചെയ്യാം? സന്ദർശിക്കാം. പക്ഷെ പല പണ്ഡിതന്മാരും പറഞ്ഞപ്പോൾ അവിടെ ഈ ഒരു വസിയത്ത് കൂടി ചേർത്തിരുന്നത് അവരെ ഇസ്ലാമിലേക്ക് പ്രേരിപ്പിക്കാനും ഷഹാദത്ത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ശ്രമിക്കുക എന്നത് കൂടി അതിന്റെ കൂട്ടത്തിൽ ഒരു ബാധ്യതയാണ് എന്നെന്ത് ചെയ്തിട്ടുണ്ട്? ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഷെയ്ഖ് സാലിഹ് ഹുസൈമിന്റെ ഗ്രന്ഥത്തിൽ കാണാം, ഇത് നാസറുദ്ദീൻ അൽബാനിയുടെ ഗ്രന്ഥത്തിൽ കാണാം, ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അപ്പൊ അതിന് സന്ദർശിക്കാം. ഇപ്പൊ നമ്മള് മരണപ്പെട്ടിരിക്കുന്ന മയ്യത്തുകളും എന്ത് ചെയ്യാം? നമുക്ക് സന്ദർശിക്കുന്നതിന് വിരോധമൊന്നുമില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള മയ്യത്ത് ഇപ്പൊ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്താണെങ്കിലോ, ഒരു അമുസ്ലിമായ ഒരു മനുഷ്യൻ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു നാട്ടിൽ വെച്ച് മരിച്ചാലും മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? അയാളെ കബറടക്കണം. ഒരു മുസ്ലിമിന്റെ കബറടക്കുന്ന പോലെ കുളിപ്പിച്ചതൊന്നും അല്ലെങ്കിലും അയാളൊരു വസ്ത്രത്തിൽ ചുരുട്ടി എന്ത് ചെയ്യണം? കബറടക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളോട് യുദ്ധത്തിന് വന്നിരിക്കുന്ന ശത്രുക്കളായിരുന്നു ബദറിലുള്ള ആളുകൾ. അവർ പലരും 70ഓളം ആളുകൾ വധിക്കപ്പെട്ടല്ലോ. ആ ആളുകളെ ഒക്കെ എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി അവരെ കബറടക്കിയിട്ടാണ് സഹാബികൾ അവിടുന്ന് തിരിച്ചുപോയി. അപ്പോൾ മുറിവും പരിക്കും പറ്റിയിരുന്നിട്ടും അവരെ അവിടെ ഉപേക്ഷിച്ച് വന്യമൃഗങ്ങൾ തിന്നോട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തില്ല? ഉപേക്ഷിച്ചു പോയില്ല. അവിടെ അവർക്ക് കബർ കുഴിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്ത്? അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു കുഴി കൊണ്ട് എല്ലാവരും കൂടി അതിൽ. അപ്പോൾ അത്തരം ഇതൊക്കെ പ്രമാണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരാൾ മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മരിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? അമുസ്ലിം ആണെങ്കിൽ അയാളെ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം? അയാളെ കബറടക്കുക എന്ന് ബാധ്യതയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്പർശനം അനുവദിക്കപ്പെടാത്ത ഒരാളാണെങ്കിൽ അവിടെ എത്ര പ്രായമായാലും നമ്മളതിനെ ഒഴിവാക്കുക. കാരണം ദീൻ അവിടെ അതാണല്ലോ പഠിപ്പിച്ച്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോടാണല്ലോ. അപ്പോ അവിടെ അതാണ് പ്രവാചകൻ കാണിച്ചിട്ടുള്ള രീതികൾ. അതാണ് ലാ യുസാഫിഹു നിസാ, സ്ത്രീകളോട് ഞാൻ മുസാഫത്ത് ചെയ്യൂല. ആരോടാ പറഞ്ഞത്? സ്വന്തം ഭർത്താക്കന്മാരെ വേണ്ട എന്ന് പറഞ്ഞ് അവര് കൊടുത്ത മഹർ തിരിച്ചു കൊടുത്ത് ദീനിൽ ഇസ്ലാമിലേക്ക് വന്ന വനിതകളാണ് എന്ത് ചെയ്ത്? ഇസ്ലാം മതത്തിന്റെ ബയ്യത്തിന് വേണ്ടിയിട്ട് മദീനത്ത് വന്നിട്ട് പ്രവാചകൻ. അപ്പൊ നബി പറഞ്ഞാണ്, ഞാൻ സ്പർശനമില്ല. നബിന്റെ ഹദീസ് ഉണ്ടല്ലോ, എനിക്ക് അർഹതയല്ലാത്ത വേറൊരാളുടെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് ഞാൻ എന്ത് വിചാരിക്കണം? ഹദീദ് കൊണ്ട്, ഇരുമ്പിന്റെ ഒരു ആണി കൊണ്ട് എന്റെ തലയിൽ കുത്തുന്നത് പോലെയാണ് കരുതേണ്ടത്. അത്രയ്ക്ക് നിഷിദ്ധമായ കാര്യമാണ്. അപ്പൊ അവിടെ ഒരു ദീനീയ കർമ്മത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? സ്പർശിക്കാൻ പോകാതിരിക്കുക എന്നതാണ്. ഇനി രോഗിയെ പരിചരിക്കുകയോ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഹോസ്പിറ്റലിലോ അങ്ങനെ പരിചരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴും നമ്മുടെ തൊലിയും അവിടെ തൊലിയും തമ്മിൽ നേർക്ക് നേരെ സ്പർശിക്കാത്ത വിധത്തിൽ ഗ്ലൗസുകളോ അതുപോലുള്ള സാധനങ്ങളോ ഉപയോഗിച്ചു വേണം അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ എന്നതാണ് അവിടേക്കുള്ള നിർദ്ദേശം. അതേസമയത്ത് പ്രാർത്ഥിക്കാം, സന്ദർശിക്കാം. രോഗിയായിട്ടുള്ള രക്തബന്ധുക്കളല്ലാത്തവരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? സന്ദർശിച്ച ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് അനുവദിക്കപ്പെട്ടതാണ്. അതേസമയത്ത് ശരീരം സ്പർശിച്ചുള്ള പ്രാർത്ഥനകൾ പാടില്ല. അത് താങ്കളാണെങ്കിലും ഒരേ വിധിയാണ്. കാരണം മുത്തുനബിനേക്കാൾ അപ്പുറത്തെ മുത്തക്കി തക്കവിയും തങ്ങളൊന്നുമില്ല ലോകത്ത്, വേറെ ആരുമില്ല. അതുകൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ട് ഹലാലാവുക. ഇല്ല, രണ്ടും കൂടി ചേരണം എന്നാണ് പറഞ്ഞത്. നമ്മളെ പാപങ്ങൾ നമ്മളെ എന്ത് ചെയ്യുന്നു? അള്ളാഹു പുറത്തു തരൂലേ, നമ്മൾ നരകത്തിലാകുമോ എന്നുള്ള പേടി. അതോടൊപ്പം തന്നെ പഠിച്ചവനെ നമ്മളെ നരകത്തിൽ നിന്ന് കാത്ത് നമ്മളെ സ്വർഗത്തിന്റെ ആളാക്കണം എന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥന. ഇത് രണ്ടും മിശ്രിതമാക്കി ഉണ്ടാവും. ഒന്ന് ഭയപ്പെടുന്നതോടുകൂടി അതിന്റെ കൂടെ എന്തുണ്ട്? നരകത്തിൽ പോകരുത് എന്ന് പറയുമ്പോൾ എന്നെ സ്വർഗത്തിലാക്കണേ എന്ന ആഗ്രഹം അതിന്റെ കൂടെ ഉണ്ട്.
അപ്പൊ അത് ലഭ്യമാകും. പക്ഷെ അതിന് ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സ് വരണം, സ്വർഗം നരകം എന്നുള്ളതിലേക്ക് വരണം. അതിന് പകരം ദുനിയാവിലെ കച്ചവടവും ഇടപാടും കാലി വളർത്തലും കൃഷിയും കച്ചവടം ഒക്കെ ആണെങ്കിലോ അയാൾക്ക് ഇതിലേക്കൊന്നും വരൂല. അയാൾ അതുമേ കെട്ടിമറിഞ്ഞ് ഷഹാദത്ത് ഒരാൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ അയാള് അങ്ങനത്തെ ചിന്തയിലാണ് എന്ത് ചെയ്യുക, ലോകത്തോട് വിട പറയുക. അപ്പൊ അങ്ങനത്തെ ഈമാനിക അവസ്ഥയിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും, ഷഹാദത്ത് ഉച്ചരിച്ച് അയാൾക്ക് നല്ല നിലയ്ക്ക് മരിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതാണ്. അപ്പോ അതിന് ഇസ്ലാമിൽ ഈ കടബാധ്യതകൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതി രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു സംഖ്യ വാങ്ങുകയാണെങ്കിൽ നമ്മൾ മരണാനന്തര ജീവിതത്തെ ഭയപ്പെടുന്നവരെന്ത് ചെയ്യണം, അനന്തരാവകാശികളായിട്ടുള്ള ആളുകളെ നമ്മളത് അറിയിക്കണം. ഇങ്ങനെ ഇന്നടുത്ത് ഇന്നയാളുടെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അവരെ നേരത്തെ അറിയിച്ചാൽ പിന്നെ മരണത്തിന്റെ സമയം പ്രശ്നമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടിട്ട് വരികയാണ്, ഉപ്പാക്ക് കച്ചവടത്തിൽ ഇന്ന പോലെ ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് അവരാവശ്യപ്പെട്ടാൽ ഇവർ കൊടുക്കാൻ എന്ത് ചെയ്യണം, ബാധ്യസ്ഥരാണ്. അനന്തരാവകാശികൾ അയാളുടെ സ്വത്തിലുള്ള പൈസ ഇവരെടുക്കുകയാണെങ്കിൽ ഇവരത് ഈ കടവും കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇനി ആ കുടുംബത്തിന്റെ അയാൾ ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റിനോ എന്തിനെങ്കിലൊക്കെ വാങ്ങിയത് നിൽക്കും, ഒരു ഹലാലായ ഒരു ആവശ്യത്തിന് വേണ്ടി ഇയാൾ വാങ്ങിയ ഒരു കടബാധ്യത ആ കുടുംബത്തിനെ കൊണ്ട് നിർവഹിക്കാൻ കഴിയില്ല എന്ന് വെക്കാം. എങ്കിൽ അയാളെ സക്കാത്തിന്റെ വീതത്തിലെ ഗാരിമീങ്ങളിൽ കടക്കാരന്റെ ഓഹരിയിൽ അയാൾക്ക് എന്ത് ചെയ്യാം, സക്കാത്തിന്റെ ഓഹരി കൊടുത്ത് ആ കടം വീട്ടാൻ സഹായിക്കാം. പൊതുസമൂഹത്തിന് എന്ത് ചെയ്യാം, സക്കാത്തിന്റെ ഓഹരിയിൽ നിന്ന് ദുർബലരായ ഒരു കുടുംബമാണെങ്കിൽ ആ കടം കൊടുത്തു വീട്ടാൻ സഹായിക്കും. ഇപ്പൊ ഒരാള് രോഗിയായിട്ടുള്ള ഉമ്മാനെയോ ഉപ്പാനെയോ ട്രീറ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യാനോ കടം വാങ്ങിച്ചു, അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു, കൊടുക്കാൻ ആ കുടുംബത്തിന്റെ കയ്യിലില്ല എങ്കിൽ എന്ത് ചെയ്യാം, ആ കടം വീട്ടാൻ സക്കാത്തിന്റെ ഓഹരിയിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് കൊടുക്കാം. വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അല്ലാഹുവിലേക്ക് വിടുക. കാരണം ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് നിൽക്കുക. ഒന്നുകിൽ ഈ വാങ്ങിയ ആൾ എന്ത് ചെയ്യണം, നമ്മളോട് പറഞ്ഞു തരണം ഇന്ന പോലെ ഇയാൾക്ക് കൊടുക്കാനുണ്ട് എങ്കിൽ നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ കൊടുത്ത ആൾ എന്ത് ചെയ്യണം, അത് ആവശ്യപ്പെട്ട് വരണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അനന്തരാവകാശികൾ അതിൽ ബാധ്യതയില്ല, അതിൽ പിന്നെ തീരുമാനം പഠിച്ചവനിലേക്കാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊടുക്കലും വാങ്ങലുള്ളൂ. ഒന്നുകിൽ ഇയാൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം, അനന്തരാവകാശികൾ പറഞ്ഞ അയാൾ അറിയണം. അല്ലെങ്കിൽ കൊടുത്ത ആള് ചോദിച്ചു വന്ന ഹക്കായി, കൊടുക്കൽ നിർബന്ധമായി. അപ്പൊ അത് പിന്നെ സക്കാത്തിനെങ്കിലും വാങ്ങിച്ചെന്ത് ചെയ്യണം, അത് കൊടുത്തു വിട്ടണം. അതെ, അത് ഈ ഷക്കിന്റെ രൂപങ്ങളാണ് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഘടനയ്ക്ക് അനുസരിച്ച്. ഇപ്പൊ ഈ രണ്ട് രൂപം പറഞ്ഞില്ലേ, ഇപ്പൊ മലപ്പുറത്ത് നമ്മളുടെ ഈ രൂപത്തിന് ഷക്ക് എന്നാണ് പറയുക. എന്നാൽ ഈ മണൽ പ്രദേശങ്ങളും മരുഭൂമികളിലും ചെയ്യുന്നത് നമ്മള് കബറിന്റെ ഉള്ളിൽ റാക്ക് പോലെ ഉണ്ടാക്കി അതിലേക്ക് ചേരാം. ഈ രണ്ട് രീതിയും അനുവദിക്കപ്പെട്ടാണ്. അത് മണ്ണിന്റെ ഘടനയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ ഇറങ്ങാനും അതിലേക്ക് കയറ്റാനും അത് മണ്ണെടുക്കാനൊക്കെ ഉള്ള പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കണം. കാരണം നമ്മളോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ, അഗ്മക്കൂ, നിങ്ങൾ കബർ കുഴിക്കണം, നല്ല ആഴത്തിലാക്കണം. അപ്പോ ഒരാളെ അതിൽ ഇറങ്ങി നിന്ന അയാളെ കാണാത്ത വിധത്തിൽ എന്ത് ചെയ്യുക, ഒരു കുഴിയിൽ ഇറക്കുക എന്നതാണ്. അതിനുള്ള രീതി സ്വീകരിച്ചതിൽ എന്തല്ല പ്രശ്നമില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് നമ്മളത് ഖബറിലേക്ക് വരുമ്പോ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അവസാനിക്കല്ലേ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി.